ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ആ പരീക്ഷയിൽ 20 മാർക്കിന് മാത്സ് ആൻഡ് മെന്റബിലിറ്റി ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ 20 ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. മാത്സ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം ശരാശരിക്കാരെ വലയ്ക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന LDC പരീക്ഷകളിൽ കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ, കൃത്യമായിട്ട് എഴുതിയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റിൽ ഇട്ടേക്കുക. ഓക്കെ, പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ എന്ത് ചെയ്യുന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കണം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ എന്നാണ്. അപ്പോ രണ്ട് സംഖ്യകളുടെ അനുപാതം 3:5 എന്ന അനുപാതത്തിലാണ്. അതായത് രണ്ട് സംഖ്യകളുടെ അംശം 3:5 ആണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവിടെ അനുപാതം 5:7 ആയി മാറുന്നു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ് വെച്ച് ചെയ്യാം, അല്ലാതെ ചെയ്യാം. അപ്പോ നോക്കാം. ഇവിടെ ഇപ്പോ ഇതില് ഏകദേശം 20 ചോദ്യങ്ങളുണ്ട്. അപ്പൊ 20 ചോദ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ വീഡിയോക്ക് അല്പം ലെങ്ത് കൂടുതലായിരിക്കും കേട്ടല്ലോ. ഓക്കെ ശരി, നോക്കാം. അപ്പോ ആദ്യം എക്സ് വെച്ച് പറയാം, എന്നിട്ട് അല്ലാത്ത രീതി പറയാം. ഇവിടെ രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:5 എന്നുണ്ട് ഇല്ലേ, 3:5 എന്നുണ്ട്. ഓക്കെ, സോറി, 1 മാർക്ക് കൊടുത്തോടെ. ഓക്കെ, നോക്കാം. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:5 എന്നുണ്ട്. അപ്പൊ എക്സ് വെച്ച് എടുക്കുകയാണെങ്കിൽ സംഖ്യകൾ എന്തായാലും എടുക്കാം, 3x എന്നും 5x എന്നും എടുക്കാം. ക്ലിയർ ആണോ? അപ്പൊ രണ്ട് സംഖ്യകളുടെ അംശം 3:5 എന്നുണ്ട്. അപ്പോ ആ സംഖ്യകൾ എന്തായിട്ട് എക്സ് വെച്ച് എടുക്കുകയാണെങ്കിൽ 3x എന്നും 5x എന്നും എടുക്കാം, ആണല്ലോ. ഇനി ഈ ഓരോ സംഖ്യയും 10 വീതം കൂട്ടി എന്ന് പറഞ്ഞല്ലോ. അപ്പം 3x + 10 എന്നും മറ്റേതെന്തായി, 5x + 10 എന്നും ആയല്ലോ. അപ്പോ ആ സംഖ്യകളുടെ അനുപാതം എത്രയായി, 5:7. പിടിയോ? അപ്പോ രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. അപ്പോ ഓരോ സംഖ്യയും 10 വീതം കൂട്ടിയാൽ അവിടെ അനുപാതം 5:7 ആവുന്നതാണ്. അപ്പൊ സംഖ്യകൾ 3x എന്നും 5x എന്നും എടുത്തു, 10 വീതം കൂട്ടാലോ. അപ്പൊ 3x + 10 എന്ന് വരാം, 5x + 10 എന്ന് വരാം. അപ്പൊ അവയുടെ അനുപാതം എത്രയായി, 5:7 ആയി. ഇനി എന്ത് ചെയ്യുക, അംശബന്ധം രണ്ടറ്റത്തുള്ള തമ്മിൽ ഇൻറ്റു ചെയ്യുക, അകത്തുള്ള ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ഓക്കെ, അതെന്തുകൊണ്ടാ, അതായത് A:B = C:D ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, AD = BC എന്ന് എഴുതാം. കേട്ടോ, AD = BC എന്ന് എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ A/B = C/D എന്നും എഴുതാം. പഠിച്ചു വെച്ചോണേ. ഓക്കെ, അപ്പോ രണ്ടറ്റത്തുള്ള ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോ ഇവിടുത്തെ 7 ഉണ്ടല്ലോടാ, 7 കൊണ്ട് 7 × 3x + 10 സമം, അടുത്ത് ഈ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 5 × 5x + 10. കേട്ടോ, ഇനി 7 കൊണ്ട് അകത്തോട്ട് ഇൻറ്റു ചെയ്യുക. 7 × 3 എത്ര, 21 അല്ലേ, 21x പ്ലസ് അടുത്ത് 7 × 10 എത്ര, 70. 7 കൊണ്ട് അകത്തോട്ട് ഇൻറ്റു ചെയ്തു. ഇനി ഇപ്പുറത്തെ പോലെ 5 × 5x അല്ലേ, 5 × 5 25, ഒരു x കൂടെ കൊടുത്ത്, അടുത്ത 5 × 10 50. ഇനി എക്സിന്റെ ടൈം ഒക്കെ ഒരുമിച്ചാക്കാം, സംഖ്യകളെല്ലാം എന്ത് ചെയ്യാം, ഒരുമിച്ചാക്കാം. അപ്പോ 21x, ഇവിടുത്തെ 25x ഉണ്ടല്ലോ, നേരെ ഇപ്പുറത്തുണ്ട് വന്നപ്പം -25x ആയി. = 50 അപ്പുറത്തുണ്ട്, അപ്പുറത്തുണ്ട്. ഈ +70 നേരെ അപ്പുറത്തുണ്ട്, ഇപ്പം -70 ആയി. ഓക്കെ, അപ്പൊ 21x 25x കുറച്ച് എത്ര, -4x ഇല്ലേ, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ആണല്ലോ, -4x സമം -50 കുറച്ച് എത്ര, 20. അവിടെയും കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കാം. അപ്പൊ -4x സമം -20, മൈനസ് വെട്ടാലോ, വെട്ടാം. x സമം 20/4 സമയം എത്ര കിട്ടും, 5 കിട്ടും. 5
അപ്പോൾ എക്സിന്റെ വില 5 എന്ന് കിട്ടി. ഇനി സംഖ്യകൾ ഏതൊക്കെയാണെന്നല്ലോ. ഇപ്പൊ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 3x-ഉം 5x-ഉം അല്ലേ. അപ്പൊ 3x എന്ന് പറയുമ്പോൾ 3 × 5 സമം 15 എന്നും 5x എന്ന് പറയുമ്പോൾ 5 × 5 എത്ര 25 എന്നും വരും. കേട്ടോ. അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 15-ഉം 25-ഉം ആണ് ആൻസർ. ഓക്കെ. അപ്പൊ എക്സ് വെച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം 3:5 അനുപാതമാണ്. അപ്പൊ എന്ത് ചെയ്തു 3x എന്നും 5x എന്നും എടുത്തു. ഓരോ സംഖ്യയും 10 കൂട്ടിയാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും 3x അതിൻ്റെ കൂടെ 10 കൂട്ടി 5x-ന്റെ കൂടെയും 10 കൂട്ടി. ഓക്കെ. അപ്പൊ എന്തായി അംശം എന്തായി 5:7 ആയി. ഇനി രണ്ടറ്റത്തുള്ള നമ്മൾ ഇൻറ്റു ചെയ്യുക, അകത്തുള്ള എന്ത് ചെയ്യുക നമ്മൾ ഇൻറ്റു ചെയ്യുക. ഓക്കെ. ബാക്കി സോൾവ് ചെയ്തെടുക്കുമ്പോൾ എക്സിന്റെ ആൻസർ കിട്ടും. ബാക്കി 3x 5x കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോർമൽ എക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കൊന്ന് എളുപ്പം ഒന്ന് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോ നോടാ അംശം 3:5 ആയിരുന്നു അല്ലോ. ഇവരുടെ 10 കൂട്ടിയപ്പോ എത്രയായി 5:7 ആയി ആണോ. നമുക്ക് 3 എത്രയായി 5 ആയില്ലേ. എത്ര കൂടി 2 കൂടി. അതേപോലെ 5 എത്രയായി അവിടെ 7 ആയി 2 കൂടി ആണല്ലോ. അപ്പൊ അംശബന്ധം ഒരേ അളവിലാണ് കൂടിയിട്ടുള്ളത്. രണ്ടും എന്ത് ചെയ്തു അവിടെ 2 വീതം കൂടി ആണല്ലോ. ആ കൂടിയ 2 യൂണിറ്റ് എന്തായിട്ട് എടുക്കുക. നമ്മൾ എത്ര കൂട്ടിയപ്പോയോ 10 കൂട്ടിയപ്പോൾ അംശബന്ധം കൂടിയത് ഇല്ലേ. 10 കൂട്ടിയപ്പോഴാണ് അംശബന്ധം മാറ്റം വന്നല്ലോ അല്ലേ. അപ്പൊ അംശബന്ധത്തില് 2 കൂടി ആണല്ലോ. അപ്പൊ സംഖ്യകള് 10 കൂട്ടിയപ്പോഴാണ് അംശബന്ധം 2 കൂടിയത് ഇല്ലേ ആണോ. സംഖ്യകൾ 10 കൂട്ടിയപ്പോൾ അംശബന്ധം എത്ര കൂടി 2 കൂടി അല്ലോ. അപ്പൊ ആ കൂടിയ 2 എന്തായാലും എടുക്കുക 10 എടുക്കുക. കേട്ടോ. സംഖ്യകൾ 10 കൂടിയപ്പോ അംശബന്ധം 2 കൂടി ഇല്ലേ. അപ്പൊ ആ കൂടിയ 2 എന്തായാലും എടുക്കുക 10 എടുക്കുക. ഓക്കെ. അപ്പൊ അതിലൊന്ന് എന്തുവാ നമുക്ക് കണ്ടുപിടിക്കുന്നത് 3ഉം 5ഉം അല്ലേ ഇല്ലേ. അപ്പൊ സംഖ്യകൾ 3:5 ആണ്. അപ്പൊ 3ഉം 5ഉം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലോ. അപ്പൊ 2 10 ആണെങ്കിൽ നമുക്ക് 1 എത്ര ആയിക്കൂടാ 5 യൂണിറ്റ് എന്ന് എഴുതാം ആണല്ലോ. അപ്പൊ 2 യൂണിറ്റ് 10 ആയാൽ 1 യൂണിറ്റ് അപ്പൊ എത്രയായും 5 എന്ന് എഴുതാം ഏതാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 യൂണിറ്റ് അപ്പൊ എത്രയാവും 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാവും 1 യൂണിറ്റ് 5 അല്ലേ. അതിന്റെ 3 കൂടെ എടുത്തായി എത്രയാവടാ 15. 5 ആയാലോ. അപ്പോ 1 യൂണിറ്റ് 5 ആണെങ്കിൽ 5 യൂണിറ്റ് എന്താവും 5 × 5 25. അപ്പൊ സംഖ്യകൾ 15ഉം 25 കിട്ടും. പിടിട്ടോ. ഇവിടെ ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് ഇവിടെ ഇപ്പോ നമ്മളെ സംഖ്യകൾ എന്തായിട്ട് ആദ്യത്തെ 2 സംഖ്യകൾ നമ്മൾ അംശബന്ധം 3:5 ആയിരുന്നു. 3:5 ആയിരുന്നു. ഓരോ സംഖ്യയും 10 വീതം കൂട്ടിയപ്പോ അനുപാതം എത്രയായി 5:7 ആയി ഇല്ലേ. അതായത് അംശം എത്ര കൂടി ഇവിടെ 2 അതേപോലെ ഇപ്പുറത്തും എന്തിനാണ് 2 തന്നെയാണ് കൂടിയത് ആണല്ലോ. അപ്പൊ അംശത്തിന്റെ മാറ്റവും സെയിം തന്നെയാണ് 2 ആണ് കൂടിയത്. അപ്പോ ഓരോ സംഖ്യയും 10 വീതം കൂട്ടിയപ്പോഴാണ് 2 കൂടിയത് ഇല്ലേ. ഓരോ സംഖ്യയും 10 വീതം കൂട്ടിയപ്പോ അംശം എന്ത് ചെയ്തു 2 വീതം കൂടി ആണല്ലോ. അപ്പോ ആ സംഖ്യ കൂടിയത് 10 ആണ്. അംശം കൂടി 2 ആണ് ആണല്ലോ. അപ്പോ ആ കൂടിയ 2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 10 എടുക്കുക. 2 യൂണിറ്റ് ആണ് കൂടിയത്. അത് 10 എടുക്കുക. അപ്പൊ 1 യൂണിറ്റ് എത്ര വരും 5 എന്ന് വരും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റോ 3 × 5 15. 5 യൂണിറ്റോ 5 × 5 25. ഓക്കെ. ഇവിടെ 1 യൂണിറ്റ് 5 എന്നുണ്ട്. അത് വെച്ച് എന്ത് ചെയ്യുക ബാക്കി കണ്ടുപിടിക്കുക. അപ്പൊ പുതിയ സംഖ്യകളാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം പുതിയ സംഖ്യകളാണെങ്കിൽ 1 യൂണിറ്റ് 5 അല്ലേ. അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക 5 എത്ര നോക്കുക 7 എത്രയും നോക്കുക. 5 കൊണ്ടും 7 കൊണ്ടും ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ. 1 യൂണിറ്റ് 5 ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യുക 5 കൊണ്ടും 7 കൊണ്ടും ഇൻറ്റു ചെയ്താൽ മതി. ആൻസർ കിട്ടും. പിന്നീട് വിശ്വസിക്കുന്നു. ഓക്കെ. പിന്നെ ഇതിൽ തന്നെ ഈ അംശമൊന്നും കൂടുന്നത് ഇവിടെ 2 കൂടി ഇവിടെ 2 കൂടി പറഞ്ഞല്ലോ. ഒരേപോലെ കൂടിയോണ്ടാണ് നമ്മളിങ്ങനെ എടുത്തത് പറഞ്ഞിട്ടല്ലോ. അവിടെ അംശമൊന്നുമില്ല വ്യത്യാസം ചിലപ്പോൾ എന്ത് ചെയ്യും മാറി വരാം. അതായത് ഇവിടെ 2ലും 2 വന്നത് ചിലപ്പോൾ എന്ത് ചെയ്യാം 2 1-ൽ 2ഉം ചിലപ്പോൾ മറ്റൊരു തരാം 3 വരാം. അങ്ങനെ മാറി വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ വേറെ 2 സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്യും കൂടുതൽ ചെയ്യും പറഞ്ഞിട്ടല്ലോ. ഓക്കെ. അപ്പൊ അത് ആ ഒരു മോഡൽ കണക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം പറയാം. എല്ലാം കൂടെ ആയാലും എന്ത് ചെയ്യാം വീഡിയോ ലെങ്ത് കൂടിപ്പോകും പറഞ്ഞിട്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലൂടെ പോവാം. ഓക്കെ. അടുത്ത ചോദ്യം
60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. അപ്പൊ 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടെ ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതാണ്? വർക്ക് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ മിക്കവാറും പേർക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. ഇവിടെ 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചതാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചോടാ. അപ്പൊ 60 അവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, ആകെ വർക്ക് എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? മൊത്തം 60 പേരുണ്ട്. 60 പേർക്ക് 210 ദിവസത്തെ വർക്ക് അവിടെ ഉണ്ട് ഇല്ലേ? 60 പേർക്ക് 60 ദിവസം കൊണ്ട് 210 പേര് ജോലി ചെയ്യാനുള്ള വർക്ക് അവിടെ ഉണ്ട് ഇല്ലേ? ഓക്കെ, 210 പേർക്ക് 60 ദിവസം തുടർച്ചയായിട്ട് ജോലി ചെയ്യാനുള്ള വർക്ക് അവിടെ ഉണ്ട് ആണല്ലോ. അപ്പോ 12 ദിവസത്തിന് ശേഷം, ഇപ്പൊ 12 ദിവസം എന്ത് ചെയ്തു? അവര് അതുപോലെ വർക്ക് ചെയ്തു. അപ്പൊ 12 ദിവസത്തിന് ശേഷം എന്ത് ചെയ്തു? പുതിയതായിട്ട് ഒരു 70 പേരെ കൂടെ ചേർത്തു എന്നാണ്. അപ്പൊ 12 ദിവസം കഴിയുമ്പോൾ അപ്പൊ മൊത്തം 60 ദിവസത്തെ വർക്ക് ഉണ്ട് എന്നല്ലോ. 210 പേർക്ക് 60 ദിവസത്തെ വർക്കുണ്ട്. 12 ദിവസം കഴിയുമ്പോഴോ 12 ദിവസത്തെ വർക്ക് അവിടെ കഴിഞ്ഞു. ബാക്കി എത്ര? 48 അല്ലേ? 48. അപ്പൊ 210 പേർക്ക് 48 ദിവസം ചെയ്യാനുള്ള വർക്ക് അവിടെ ബാക്കിയുണ്ട്. കേട്ടോ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 210 പേർക്ക് 60 ദിവസം ചെയ്യാനുള്ള വർക്കുണ്ട്. അത് 12 ദിവസം ചെയ്തു ആണല്ലോ. അപ്പൊ ബാക്കി വർക്ക് എത്ര? 210 പേർക്ക് 48 ദിവസം നിന്ന് ചെയ്യാനുള്ള വർക്ക് അവിടെ ഉണ്ട്. ഓക്കെ, ഇനി അപ്പൊ എന്ത് ചെയ്തു? ഈ വർക്ക് തീർക്കാനായിട്ട് അത് 12 ദിവസത്തിന് ശേഷം എന്ത് ചെയ്തു? പുതുതായിട്ടൊരു 70 പേരെ കൂടെ എന്ത് ചെയ്തു? അവിടെ കൊണ്ടുപോകുന്നതാണ് അല്ലോ. അപ്പൊ ഈ വർക്ക് തീർക്കാനായിട്ട് ആണ് എന്ത് ചെയ്തു? പുതുതായിട്ട് എത്ര പേരാ? 70 പേരെ കൊണ്ടുവന്നല്ലോ. അപ്പം നേരത്തെ 210 ആയിരുന്നു, ഇപ്പൊ എത്ര പേരായി? 280 ആണല്ലോ. ഓക്കെ, അപ്പൊ 280 പേരായി. അവിടെ എത്ര ദിവസം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എക്സ് ഒന്നും എടുക്കണേ. അപ്പൊ എക്സ് പേർക്ക് 280 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര വേണ്ടി വരുന്നതാണ്? അപ്പൊ 40 ദിവസം കൊണ്ട് 210 പേർ ചെയ്യുന്ന ജോലിയാണ് അവിടെ ഉള്ളത് ആണല്ലോ. അപ്പൊ ആ ജോലി തീർക്കാനായിട്ട് പുതുതായിട്ട് എന്ത് ചെയ്തു? കുറച്ച് പേരെ കൂടെ അവിടെ ആഡ് ചെയ്തു ഇല്ലേ? അപ്പൊ ഇപ്പൊ എത്രയായി? 280 പേരായി ആണല്ലോ. അപ്പൊ 210 പേർക്ക് 48 ദിവസം ചെയ്യാനുള്ള ജോലി പുതുതായിട്ട് ആൾക്കാർ വന്നപ്പോ 280 പേരായപ്പോ അത് എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് ചോദ്യം. കിട്ടിയോ? ഓക്കെ, ഒന്നുകൂടെ പറയാടാ. എന്തോ ആദ്യം 210 പേർക്ക് 60 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ടായിരുന്നു ആണല്ലോ. 210 പേർക്ക് 60 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ടായിരുന്നു. 12 ദിവസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? പുതിയ കുറച്ച് ജോലിക്കാരെ കൊണ്ടുവന്നു അവിടെ ആണല്ലോ. അപ്പം 12 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞല്ലോ. ബാക്കി എത്രയുണ്ട്? 210 പേർക്ക് 48 ദിവസം ചെയ്യാനുള്ള വർക്ക് അവിടെ ഉണ്ട്. 210 പേർക്ക് 48 ദിവസം ചെയ്യാനുള്ള വർക്ക് ഉണ്ട് ആണല്ലോ. അപ്പോ ആ ജോലി എത്ര പേരായിട്ട്? ഇപ്പൊ 70 പേര് പുതിയതായിട്ട് വന്നപ്പോ എത്ര? 280 ആയില്ലേ? അപ്പോ 210 പേർക്ക് 48 ദിവസം ചെയ്യാനുള്ള ജോലി 280 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അവിടെ ബാക്കി എന്ത് ചെയ്യും? എക്സ് കണ്ടുപിടിക്കാനായിട്ട് 48 ഇൻറ്റു 210 ബൈ എന്ത് ചെയ്യുക? 280. അവിടെ ഇൻറ്റു 250 അല്ലേ? അപ്പുറത്ത് മുമ്പ് എന്താവും? ബൈ ആവും. 0 ക്യാൻസൽ ചെയ്തു. 21 7 വെച്ച് വെട്ടേണ്ട. 3 പ്രാവശ്യം 27 7 4 പ്രാവശ്യം 4 48 വെട്ടി 12. 12 3 എത്ര? 36 കിട്ടും. 36. ഓക്കെ, 36 കേട്ടോ. വേറെ ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ M1 D1 ഈക്വൽ ടു M2 D2 എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഇത് ആളുകളുടെ എണ്ണം, ഇതെന്താ? ദിവസങ്ങളുടെ എണ്ണം കേട്ടല്ലോ. അത് വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ചെയ്യാം. ഓക്കെ, ഇത് അല്ലെങ്കിൽ ലോജിക്കായിട്ട് ചിന്തിച്ച് എന്ത് ചെയ്യാം? എഴുതുക. കാര്യം മനസ്സിലാക്കി എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, 12 ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി 48 ദിവസം വർക്കൗട്ട് ഉണ്ട്. ഓക്കെ, 210 പേർക്ക് 48 ദിവസം വർക്കുണ്ട്. അത് 280 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ്. ബാക്കിയുള്ള ജോലികൾ അല്ലേ അവിടെ ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പൊ ആകെ എത്ര ദിവസം കൊണ്ട് തീർത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? 36 പ്ലസ് ആ 12 കൊടുക്കുക കേട്ടല്ലോ. ആകെ എത്ര ദിവസം കൊണ്ട് ജോലി തീർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48 ദിവസം കൊണ്ട് തീർത്തു ജോലി തീർത്തു എന്നാണ് കേട്ടല്ലോ. ഓർമ്മിച്ചോണേ. അപ്പൊ അടുത്ത്, ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല.
അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയെന്നാണ്. അപ്പോ ചോദ്യത്തിൽ ചെറിയൊരു അവ്യക്തതയുണ്ട്. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. അത് ഓരോന്നും 6000 രൂപയ്ക്കാണോ രണ്ടും കൂടെ 6000 രൂപയ്ക്കാണോ വിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ ഇപ്പോ 2 കുതിരകൾ, അതായത് രണ്ടും ഇത്ര 6000 രൂപയ്ക്കാണ് വിറ്റ് പറഞ്ഞിട്ടല്ലോ. ചിന്തിക്കേ, 2 കുതിരകളും 6000 രൂപയ്ക്കാണ് വിറ്റ് എന്നാണ് ചോദ്യകർത്ത ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ 2 കുതിരകളും 6000 രൂപയ്ക്ക് വിൽക്കുകയാണ് ആണല്ലോ. അപ്പോ ഇവിടെ 6000 എന്ന് പറയുന്നത് വിറ്റ വിലയാണ്. രണ്ടിന്റെയും വിറ്റ വിലയാണ് എത്ര? 6000 രൂപ എന്ന് പറയുന്നത്. കേട്ടോ? ഓക്കെ, ഇനി ഈ ഇടപാടിൽ അയാൾക്ക് ലാഭമോ നഷ്ടമോ ഇല്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിലാണ് വിറ്റത് എന്ന് പറയുന്നു അല്ലോ. അപ്പോ ആ കുതിരയുടെ യഥാർത്ഥ വില നമുക്ക് നോക്കാം. അതായത് 25% ലാഭത്തിലല്ലേ വിറ്റത് ആണല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വാങ്ങിയ വില കാണാനായിട്ട് ഒന്നിൽ ഇക്വേഷൻ ചെയ്യാം. ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100/100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണോ അത് കൊടുക്കുക. കേട്ടോ? വാങ്ങിയ വില കാണാനായിട്ട് എന്ത് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ്, അത് വിറ്റ വില ഇൻറ്റു 100/100 പ്ലസ് ലാഭ ശതമാനം എത്രയാണോ അത്. ഇനി നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ 100 മൈനസ് നഷ്ട ശതമാനം എത്രയാണോ അത് കൊടുക്കും. ഉണ്ടല്ലോ. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 6000 അല്ലേ? 6000 ഇൻറ്റു 100/100 പ്ലസ് അവിടെ 25% ലാഭമല്ലേ? അപ്പൊ 125 എന്നാവും. 125 എന്നാവും. വെട്ടി ചെയ്യാം. 100 125 25 വെച്ച് ഇവിടെ 4 പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം. നിങ്ങൾ പഠിച്ചു വെച്ച് കേട്ടോ. 25 100ൽ 4 പ്രാവശ്യം ഉണ്ട്, 125ൽ 5 പ്രാവശ്യം ഉണ്ട്. കേട്ടല്ലോ? എപ്പോ ആവശ്യം ഇടുന്നില്ലേ? പഠിച്ചു വെച്ച് ചെയ്യാം. 25 100ൽ എത്ര പ്രാവശ്യം? 100ൽ 4 പ്രാവശ്യവും 125ൽ 5 പ്രാവശ്യം ഉണ്ട്. കേട്ടല്ലോ? ഇനി ബാക്കി 5 6000 എത്ര പ്രാവശ്യം? 60 12 പ്രാവശ്യം ഉണ്ട്. 2 പൂജ്യം കൂടെ. ഇന്ത്യ എത്ര ഇട്ടാ? 12 4 48 4800 കിട്ടും. കേട്ടോ? അപ്പൊ വാങ്ങിയ വില ഇങ്ങനെയാണ് പിടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ വാങ്ങിയ വില 100% 100 എന്ന് വിചാരിക്കാം. അപ്പൊ ചില എങ്ങനെയും ചെയ്യുന്നത്, വാങ്ങിയ വില 100 എന്ന് വിചാരിക്കുക. അപ്പൊ 25% ലാഭത്തിലാണ് വിറ്റത് ഇല്ലേ? ഇപ്പൊ 100 രൂപയ്ക്കുള്ള സാധനം 25 രൂപ ലാഭം എടുത്ത് വിറ്റു എന്ന് പറയുമ്പോൾ അവിടെ എത്രയാവും? 125 ആവും. അതേ സെയിം ഇത് തന്നെയാണ്. ഇപ്പൊ 100% അവിടെ വാങ്ങിയ വില എന്ന് വിചാരിക്കാം. 25% ലാഭം എടുത്ത് വിറ്റു എന്ന് പറയുമ്പോൾ വിറ്റ വില എന്തായിരിക്കും? 125 ആയിരിക്കും. കേട്ടോ? വാങ്ങിയ വില 100% വിചാരിക്കുക. 25% ലാഭം എടുത്ത് വിറ്റു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക? 125% എടുക്കുക. ഇപ്പൊ 25% അല്ലെങ്കിൽ 20% നഷ്ടമാണ് എന്നാണെങ്കിലോ അവിടെ എന്ത് ചെയ്യും? 100ൽ നിന്ന് കുറച്ച് 80% അങ്ങ് എടുക്കുക. പറഞ്ഞിട്ടല്ലോ വിറ്റ വില 80% എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 125% ഇതാണെന്ത്? നമ്മുടെ 6000 രൂപ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് 100%, വാങ്ങിയ വില 100% കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 25% ലാഭമായതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യും? 125 എടുത്ത് ഉണ്ടല്ലോ, അത് 6000 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 100% എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ ഒന്ന് ക്രോസ് ചെയ്യേ. ഓക്കെ, 100 ഇൻറ്റു 6000 എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കിന് നേരെ ഓപ്പോസിറ്റുകൾ എന്ത് ചെയ്യുക? ബൈ താഴെ കൊടുക്കുക 125. ബാക്കി നമ്മൾ നേരത്തെ ചെയ്തപോലെ എന്ത് ചെയ്യുക? 6000 ആണ്. ബാക്കി വെട്ടി പറക്കി എടുക്കുമ്പോൾ എന്ത് കിട്ടും? 4800 കിട്ടും. അപ്പൊ ഈ 2 മെത്തഡിൽ എങ്ങനെ വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിറ്റ വില കണ്ടുപിടിക്കാം, വാങ്ങിയ വില കണ്ടുപിടിക്കാം. ഒന്നിന് ഇക്വേഷൻ ചെയ്യാം, അല്ല എന്ത് ചെയ്യാം? ഇതുപോലെ എന്ത് ചെയ്യാം? എടുത്ത് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോ ഒരെണ്ണത്തിന് വാങ്ങിയ വില എത്ര? 4800 രൂപയാണ്. ഓക്കെ, കിട്ടുമല്ലോ. അപ്പൊ ഒരെണ്ണത്തിന് വാങ്ങിയ വില 4800 രൂപയാണ്. ഞാനൊന്ന് മാറ്റിയിടാം. ഓക്കെ, ഇനി അപ്പൊ ഓരോ കുതിരയും 6000 രൂപയ്ക്ക് വിറ്റു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2 കുതിരയും കൂടെ അപ്പൊ എത്ര? 12000 രൂപയ്ക്കാണ് വിറ്റത്. ആണല്ലോ, 12000 രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ, അപ്പൊ അതില് ഇവിടെ ഇപ്പോ ആ കച്ചവടത്തിലേക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല ആണല്ലോ. ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അപ്പൊ രണ്ടെണ്ണത്തിന് വാങ്ങിയ വിലയും രണ്ടെണ്ണത്തിന് വിറ്റ വില ഇപ്പൊ എന്തായിരിക്കും? ഇവിടെ തുല്യമായിരിക്കും.
ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഇവിടെ അയാൾക്ക് ആ കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഇല്ലെന്നാണ് നല്ലോ. ഓക്കെ, അപ്പൊ രണ്ടെണ്ണത്തിന്റെ വാങ്ങിയ വിലയും രണ്ടെണ്ണത്തിന്റെ വിറ്റ വില എന്തായിരിക്കും? സെയിം ആയിരിക്കും നല്ലോ. അപ്പൊ ഇവിടെ ആകെ 12,000 രൂപയായി നല്ലോ. അപ്പൊ അതിൽ നിന്ന് ആദ്യത്തെ കുതിരയുടേത് എത്ര? 4,800 അല്ലേ? അപ്പൊ ആദ്യത്തെ കുതിരയുടെ വാങ്ങിയ വില 4,800 അത് കുറയ്ക്കും നമുക്ക് എന്ത് കിട്ടും? 12 10 8 കുറച്ച് 2 7 കിട്ടോ? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എത്ര രൂപ? അതായത് രണ്ട് കുതിരയ്ക്ക് കൂടെ 12,000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ, 6,000 12,000 അല്ലേ? അപ്പൊ ഇവിടെ ലാഭവും നഷ്ടവും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാങ്ങിയ വിലയും വിറ്റ വില ഇവിടെ സെയിം ആയിരിക്കും. ടോട്ടൽ പറഞ്ഞിട്ടല്ലോ. അപ്പൊ ഇവിടെ 12,000 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ച് 12,000 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഇവിടെ വിൽക്കുകയും ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ആദ്യത്തെ കുതിരയ്ക്ക് 4,800 ആയിരുന്നു വാങ്ങിയ വില. അങ്ങനെയാണെങ്കിൽ അപ്പൊ 4,800 രൂപയ്ക്ക് വാങ്ങിച്ച് 6,000 രൂപയ്ക്ക് വിറ്റു എന്നാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില കാണാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മളിവിടെ ടോട്ടൽ ആ 12,000 നിന്ന് 4,800 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 7,200 കിട്ടിയല്ലോ. 7,200 കിട്ടി. ഇത് എന്റെ വാങ്ങിയ വിലയാണ്. രണ്ടാമത്തിന്റെ വാങ്ങിയ വിലയാണ് 7,200. ഇത് എത്ര രൂപയ്ക്ക് വിറ്റത്? 6,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോ അവിടെ നഷ്ടം എത്രടാ? 1,200 രൂപ നഷ്ടം ഇല്ലേ? അപ്പൊ 1,200 രൂപയുടെ അവിടെ ലോസ് ആണല്ലോ. അവിടെ നഷ്ടശതമാനം കാണാൻ വേണ്ടി എന്ത് ചെയ്യും? നഷ്ടം ബൈ അതിന്റെ വാങ്ങിയ വില എത്ര? 7,200 ആണല്ലോ, ഇൻറ്റു 100 കേട്ടോ. അപ്പൊ ചെയ്തേ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തിന്റെ വാങ്ങിയ വില കണ്ടുപിടിച്ചു ആണല്ലോ. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്തു? ആ 4,800 കുറച്ചു. ഒന്ന് 12,000 അല്ലെങ്കിൽ 4,800 കുറച്ചപ്പോ രണ്ടാമത്തിന്റെ വാങ്ങിയ വില കിട്ടി 7,200 ആണല്ലോ. അപ്പൊ 7,200 ആ ഒരു കുതിര 6,000 രൂപയ്ക്ക് വിറ്റു എന്നാണ്. അപ്പൊ എത്ര? 1,200 രൂപന്റെ ഇവിടെ ലോസ് ഉണ്ടായി ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ആ നഷ്ടശതമാനം കാണാനായിട്ട് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. അപ്പൊ 1,200 ബൈ 7,200 ഇൻറ്റു 100. ഇനി നമുക്ക് ഇവിടുത്തെ 2 0 വെട്ടി. ബാക്കി ഇവിടെ 12,72 അതും വെട്ടാം നമുക്ക്. എത്ര വെച്ച്? അപ്പൊ 6 വെച്ച് വെട്ടാണെങ്കിൽ 12 2 2 0. ഇവിടെയോ 12 പ്രാവശ്യം അല്ലേ? 6 12 72 അല്ലേ? വേണമെങ്കിൽ ഇനി ഒന്നുകൂടെ വെട്ടാം. 4 വെച്ച് വെട്ടാം. 4 വെച്ച് വെട്ടാണെങ്കിൽ 200 എത്ര പ്രാവശ്യമാണ്? 4 20 4 5 പ്രാവശ്യമാണേ. അപ്പൊ 50 എന്ന് കിട്ടും. ഇവിടെ എത്ര? 3. ക്ലിയർ ആയോ? 50/3 അല്ലേ? 50/3 എന്ന് കിട്ടും. 50 50/3 കിട്ടും ആണോ? അപ്പൊ 50/3 എന്ന് പറയുമ്പോ ഒന്ന് വായിച്ചു നോക്കേ. 50/3 എത്ര രൂപ? 50/3 5 3 ഒരു പ്രാവശ്യം 2 20 എത്ര? 6 അല്ലേ? 6 3 18 ഷിഫ്റ്റം 2 കിട്ടും. ഓക്കെ, അപ്പോ മിശ്രഫിനാക്കി എഴുതുമ്പോ 16 ഷിഫ്റ്റം 2 എഴുതി 3 താഴെ കൊടുത്തു. 16 2/3 എന്ന് വരും. നടക്കുന്ന ആൻസർ 16 2/3. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഒന്നുകൂടെ കാണുന്നുള്ള ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് നോക്കി കാണുക പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അപ്പൊ ആദ്യം കണ്ടുപിടിച്ച് ആദ്യത്തെ കുതിരയുടെ വാങ്ങിയില്ല കണ്ടുപിടിച്ചു. എങ്ങനെയാ? അവിടെ 25% ലാഭം ഒന്നുണ്ടല്ലോ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഒന്നുകിൽ ഇക്വേഷൻ ചെയ്യുക അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് വെച്ച് ചെയ്യുക പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ബാക്ക് അടിച്ച് നോക്കിക്കോണേ, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പോ എന്ത് ചെയ്യാ? ഒന്നിൽ ഇക്വേഷൻ വെച്ച് അല്ലെങ്കിൽ അവിടെ 25% ലാഭം എന്ന് പറയുമ്പോൾ 125%. അപ്പൊ 125 6,000 എടുത്തു, 100 കണ്ടുപിടിച്ചു ആണല്ലോ. ഓക്കെ, അപ്പോ ഒരെണ്ണത്തിന്റെ വാങ്ങിയിൽ കണ്ടുപിടിച്ചു. അപ്പൊ ടോട്ടൽ വാങ്ങിയില്ല 12,000 രൂപയാണ്. അതിൽ നിന്ന് 4,800 കുറച്ചപ്പോൾ രണ്ടാമത്തെ കുതിരയുടെ എന്ത് കിട്ടി? വാങ്ങിയില കിട്ടി ആണല്ലോ. അപ്പോ അവിടെ നഷ്ടം എത്രയാണ് കണ്ടുപിടിക്കുക. മൊത്തം 7,200 അവിടെ വാങ്ങിയ വില. 6,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 1,200 എന്ത് ചെയ്തു? അവിടെ നഷ്ടം ഉണ്ടായി ആണല്ലോ. അപ്പോൾ ബാക്കി എന്ത് ചെയ്യുക? ആ നഷ്ടശതമാനം കാണാനായിട്ട് 1,200 ബൈ അവന്റെ വാങ്ങിയ വില എത്ര? 7,200 ഇല്ലേ? ഇൻറ്റു 100 കൊടുക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇട്ടേക്കണേ. ഒരാൾ 10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. 10 കിലോഗ്രാം തൂക്കമുള്ള കുറെ ആപ്പിൾ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 5 4 കിലോഗ്രാമിൽ കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയെന്നാണ്. ഓക്കെ,
അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പോ ഒരു ആപ്പിളിന്റെ ഭാരം എത്ര? ഒരു ആപ്പിളിന്റെ ഭാരം 10 ആണല്ലോ. അങ്ങനെ ഈ 10 കിലോഗ്രാം ഭാരമുള്ള ആപ്പിൾ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു പെട്ടി നിറയ്ക്കണം. പക്ഷെ അതിന്റെ മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ എന്ത് പറയാം, മാക്സിമം എത്ര വരാം? 4 കിലോഗ്രാം വരെ മാക്സിമം അവിടെ വരാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ പരമാവധി എത്ര എണ്ണ ആപ്പിൾ വെക്കാന്നാണ് നല്ലോ. ഒന്നുമില്ല, എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോ 4/5 അല്ലേ അതിന്റെ പരമാവധി ഇതെന്ന് പറയുന്നത് ഭാരം അല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഒരെണ്ണത്തിന്റെ ഭാരം എത്ര? 1/10 കൊണ്ട് ഇൻറ്റു ചെയ്യാം, സോറി ഡിവൈഡ് ചെയ്യാം, ഭാഗിക്കുക അല്ലേ. അപ്പൊ പരമാവധി ഇത്ര കിലോഗ്രാം, 4 കിലോഗ്രാം വരെ പാടുള്ളൂ എന്നല്ലോ. അപ്പൊ ഒരെണ്ണത്തിന്റെ വെയിറ്റ് എത്ര? 10 കിലോഗ്രാം ആണല്ലോ. കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര എണ്ണം കൊള്ളും എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, ഈക്വൽ ടു 4/5 ഹരണമല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, തിരിച്ചിട്ട് 10/1 തിരിച്ചിട്ട് ഇൻറ്റു ചെയ്യുക, 5 10 2 പ്രാവശ്യം, 4 2 എത്ര? 8 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതെല്ലാം ഗ്രാമിലാക്കിയിട്ടും ചെയ്യാം. 10 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 10 കിലോഗ്രാം എത്ര? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക എത്ര? 100 ഗ്രാം എന്ന് കിട്ടും. 10 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 100 ഗ്രാം എന്ന് കിട്ടും. അടുത്ത 5 4 കിലോഗ്രാം എന്ന് പറയുമ്പോഴോ അവിടെ ഇൻറ്റു 1000 ചെയ്യുക, 20 പ്രാവശ്യം, സോറി 200 800 ഗ്രാം എന്ന് കിട്ടും. 800 ഗ്രാം എന്ന് കിട്ടും ആണല്ലോ. അപ്പൊ 800/100 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നമുക്കിവിടെ? 8 എന്ന് കിട്ടും കേട്ടല്ലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഗ്രാമിലൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കിലോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ആ ഭിന്നസംഖ്യ ഇട്ടങ്ങ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ ഭാരത്തിന് ഒരെണ്ണത്തിന്റെ ഭാരം കൊണ്ട് എന്ത് ചെയ്തു, അവിടെ ഡിവൈഡ് ചെയ്തു, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, ഒരു ഗണിത ശ്രേണിയിൽ 10877 തുക ലഭിക്കാനായിട്ട് എത്ര പദങ്ങൾ ചേർക്കണമെന്നാണ്. ഇത് ഇത്തിരി സമയമെടുക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ആ ഒരു സമാന്തര ശ്രേണി നോക്കുക, 5 9 13 എക്സെട്ര എന്നാണ്. ആദ്യ പദം 5 ആണല്ലോ. ഓക്കെ, അതിന്റെ പൊതു വ്യത്യാസം ഡി എത്ര? 9 - 5 4 അല്ലേ. അപ്പൊ ആദ്യ പദം 5, പൊതു വ്യത്യാസം 4 ആണല്ലോ. ഈ തുകയുടെ ഇക്വേഷൻ എന്താ? തുകയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഇൻറ്റു ഡി. ഓക്കെ, n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഡി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, അങ്ങനെയും ചെയ്യാം. ഇവിടെ അവസാന പദം ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ അവസാന പദം കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ എന്നാം പദം ഇക്വേഷനെ കൊടുത്ത് കണ്ടുപിടിച്ചിട്ട് ഇതിൽ കൊടുത്ത് എന്ത് ചെയ്യാം. ഞാൻ ഇപ്പം അവസാന പദം ഇല്ലാത്തതുകൊണ്ട് ഈ ഇക്വേഷൻ ഒന്നും ചെയ്യണേ. n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഡി സമം എത്രയുണ്ട് അവിടെ? 10 877 ഉണ്ട് ആണോ. ഇനി എന്നെ നമുക്ക് അറിയത്തില്ലേ, എണ്ണം അറിയത്തില്ല. എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. n/2 ഇൻറ്റു 2f എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു f എത്ര? 5 പ്ലസ് n - 1 ഇൻറ്റു ഡി എത്ര? ഡി 4 അല്ലേ, 4 സമം 10 8 7 7. ഇനി n/2 ഇൻറ്റു 2 ഇൻറ്റു 5 10 ആണല്ലോ. 10 പ്ലസ് 4 ഉണ്ടാകത്തോണ്ട് എന്ത് ചെയ്യുക, 4 ഇൻറ്റു 4n മൈനസ് 4 ഇൻറ്റു 1 4 10 8 7 7. ഇനി ഒന്നുകൂടെ n/2 ഇൻറ്റു 10, സോറി ഇവിടെ 10 - 4 അല്ലേ, ഇവിടെ 10 - 4 ആണ്. അപ്പൊ അവിടെ 4 n എഴുതി. 10 - 4 എത്ര? 6 10 8 7 7. ഇനി എന്ത് ചെയ്യാം, ആ 4n 6 എന്ന് പറയുമ്പോൾ രണ്ടും ഇരട്ട സംഖ്യയാണ് അല്ലോ. ഇരട്ട സംഖ്യയാണ്. ഞാൻ എന്ത് ചെയ്യണം, ഒരു 2 പുറത്തെടുക്കണേ. ഒരു 2 പുറത്തെടുക്കുമ്പോൾ 4ൽ 2 2 പ്രാവശ്യം ഉണ്ട്. അടുത്ത 6ൽ 2 3 പ്രാവശ്യം ഉണ്ട്. ഇനി രണ്ടും വെട്ടി, ബാക്കി n ഇൻറ്റു 2n പ്ലസ് 3 എന്ന് കിട്ടും. സമം എത്ര? 10 8 7 7. കേട്ടോ, ഒരിക്കലും ഒന്ന് ഓടിച്ചു നോക്കാം. നോക്കടാ, ഇവിടെ നമുക്ക് ആദ്യ പദം എത്ര എന്നുണ്ട്? 5 എന്നുണ്ട്. ആദ്യ പദം 5 എന്നുണ്ട്. പൊതു വ്യത്യാസം എത്ര? 9 - 5 4 എന്നുണ്ട് ഇല്ലേ. പൊതു വ്യത്യാസം എന്ന് പറയുമ്പോൾ അടുത്തടുത്ത 2 പദങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കുറയ്ക്കുക. 4 എന്നുണ്ട്. ഓക്കെ, അപ്പോ തുകയുടെ ഇക്വേഷൻ n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഇൻറ്റു ഡി.
തുക 10 877. ഇനി n/2 ഇൻറ്റു 2f 2 ഇൻറ്റു ആദ്യ പദം 5 n-1 ഇൻറ്റു പൊതു വ്യത്യാസം എത്ര 4 സമം 7. ഇനി n/2 ഇൻറ്റു 2 ഇൻറ്റു 5 എത്ര 10 പ്ലസ് 4 കൊണ്ട് അകത്തോട്ട് ഇൻറ്റു ചെയ്യാം 4 ഇൻറ്റു n 4n മൈനസ് 4 സമം 10 877. ഇനി n/2 ഇൻറ്റു 4n എഴുതി ബാക്കി 10 മൈനസ് 4 എത്ര 10 മൈനസ് 4 6 അല്ലേ 6 സമം 7. ഇനി എന്ത് ചെയ്യൂ അടുത്ത കാര്യം ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് ഒരു 2 എന്ത് ചെയ്യുക അവിടെ 2 സംഖ്യകൾ 4n 6 എന്ന് പറയുമ്പോൾ രണ്ടും ഇരട്ട സംഖ്യയാണ്. ഒരു 2 പുറത്തെടുക്കുക ബൈ 2 മാറ്റാനായിട്ട് കേട്ടോ. ബൈ 2 പുറത്തെടുത്തു 4n എന്ന് പറയുമ്പോൾ 4ൽ 2 പ്രാവശ്യം ഉണ്ട് അല്ലോ 4 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 2n പ്ലസ് 6ൽ 2 3 പ്രാവശ്യം ഉണ്ട് 10 8 7 7. അവിടെ വെട്ടി ബാക്കി എന്ത് ചെയ്തു n ഇൻറ്റു 2n പ്ലസ് 3 സമയം എത്ര 10 877 കിട്ടും. ഓക്കെ ആണോ? ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ n കൊണ്ട് അകത്തോട്ട് ഇൻറ്റ് ചെയ്യാം. അകത്തോട്ട് ഇൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒരു രണ്ടാം സമവാക്യം കിട്ടും. അത് സോൾവ് ചെയ്യാൻ ഉത്തരം കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ 4 ഓപ്ഷനുള്ള സംഖ്യകൾ എന്ത് ചെയ്യാം n എടുത്തും കൊടുക്കാം കേട്ടോ. ഒന്നുകിൽ n കൊണ്ട് അകത്തോട്ട് ഇൻറ്റ് ചെയ്യുമ്പോൾ ഒരു രണ്ടാം സമവാക്യം കിട്ടും. ഓക്കെ രണ്ടാം സമവാക്യം കിട്ടും. അത് സോൾവ് ചെയ്യാം നമുക്ക് n-ന്റെ വില കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ 4 ഓപ്ഷൻ എന്ത് ചെയ്യാം ഈ n-ന് കൊടുത്തിട്ട് ഈ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. എളുപ്പം 4 ഓപ്ഷനും എടുത്ത് കൊടുക്കുന്നതാണ് എളുപ്പം. ഓക്കെ ഞാൻ ഇപ്പൊ എന്തായാലും എന്ത് ചെയ്യുന്നു 2 സ്റ്റെപ്പ് ഒന്ന് പറയാം. ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ n കൊണ്ട് അകത്തോട്ട് n ആണെങ്കിൽ n ഇൻറ്റു ഇവിടെ 2n അല്ലേ 2 n ഇൻറ്റു n n സ്ക്വയർ. അടുത്ത് n ഇൻറ്റു 3 3n ആണല്ലോ സമം 10 877 ഉണ്ട്. നേരെ ഇപ്പുറത്തുണ്ട് അപ്പൊ മൈനസ് 10 877 സമം എത്ര 0. ഇതിപ്പോ എന്തായാലും ഒരു രണ്ടാം സമവാക്യമായി ആണല്ലോ. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഈ സൈഡ് മാറ്റിയാണേ. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറയായിരുന്നു. അതിലും അതായത് LDCയുടെ ഒരു NCA എക്സാം ഉണ്ടായിരുന്നല്ലോ NCAക്കാർക്ക്. അതിലും ഒരു രണ്ടാം സമവാക്യത്തിന് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയുള്ള പരീക്ഷകൾക്ക് എന്ത് ചെയ്യും രണ്ടാം സമവാക്യം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം കയറി വരാമെന്ന് അപ്പൊ പറഞ്ഞായിരുന്നു ആ വീഡിയോയിൽ. ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം പറഞ്ഞിട്ട് എ എന്ന് പറയുമ്പോൾ n സ്ക്വയറിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഇപ്പൊ x വെച്ചാണെങ്കിൽ x സ്ക്വയറിന്റെ കൂടെയുള്ള സംഖ്യ ഏതാണോ അതാണ് എ. x സ്ക്വയർ അല്ലെങ്കിൽ അതിന് സാമ്യമായിട്ട് വരുന്നത് പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പൊ n സ്ക്വയർ ആണ്. അപ്പൊ എന്ത് n സ്ക്വയറിന്റെ കൂടെ ഉള്ളത് 2 അല്ലേ അതാണ് എ. ബി എന്ന് പറഞ്ഞത് n-ന്റെ കൂടെ ഉള്ളത് ബി ഇവിടെ എത്ര 3. സി എന്ന് പറയുന്നത് x-ന് ടൈം ഒന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ n ടൈം ഒന്നും ഇല്ലാത്ത ഏതാ 10877 എഴുതുമ്പോ ശ്രദ്ധിക്കുക ചിഹ്നം കറക്റ്റ് ആയിട്ട് കൊടുത്തു കേട്ടല്ലോ. ചിഹ്നം കൊടുത്തില്ലെങ്കിൽ തെറ്റുവേ. എഴുതി വീണ്ടും പറഞ്ഞത് ചിഹ്നം നോക്കി കറക്റ്റ് ആയിട്ട് കൊടുക്കുക വേണ്ടല്ലോ. ഓക്കെ ഇനി എക്സ് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ n ഇവിടെ ഇപ്പൊ n കാണാനായിട്ട് n ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഈക്വൽ ടു മൈനസ് ബിക്ക് വരും 3 കൊടുത്ത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ 3ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 2 ഇൻറ്റു സി എത്ര മൈനസ് കൊടുക്കുക 10877 കേട്ടല്ലോ. ആ മൈനസോടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം കംപ്ലീറ്റ് ആയി തെറ്റിപ്പോവേ കേട്ടോ. മൈനസ് കൊടുത്തിന് എഴുതണം. ഓക്കെ ബൈ 2 എന്ന് പറയുമ്പം 2 ഇൻറ്റു 2 ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3ന്റെ സ്ക്വയർ 9. അടുത്തെന്ത് ചെയ്യൂ ഇതവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. ഈ ഒരു മൈനസും ഇവിടുത്തെ ഈ ഒരു മൈനസും രണ്ടും കൂടെ എന്താവും പ്ലസ് ആവും. ഓക്കെ ആ 2 മൈനസ് എന്താവും പ്ലസ് ആവും. നിങ്ങളവിടെ മൈനസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം തെറ്റും വീണ്ടും പറയണം. ഓക്കെ
ഓക്കെ, മൈനസ് മൈനസ് പ്ലസ് ആവും. ബാക്കി എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. 4 2 8, 8 ഇൻറ്റു അത് 10877. ഞാൻ ഒന്ന് അല്ലാതെ ചെയ്യാനടാ, അല്ലാതെ ചെയ്യാണ്. 10877 8. ഓക്കെ, 8 7 0 1 6. ഓക്കെ, 8 7 0 1 6 കണ്ടല്ലോ, ബൈ 4. സംശയം ഉണ്ടെങ്കിൽ ഇന്ത്യ നോക്കുക കേട്ടോ, ഞാൻ ചെയ്ത സമയം കളഞ്ഞില്ല. -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 പ്ലസ് ചെയ്യുമ്പോൾ എന്താ 870 25 കിട്ടും, ബൈ 4 ഈക്വൽ ടു അവിടെ റൂട്ട് എടുക്കാം. -3 പ്ലസ് ഓർ മൈനസ് 870 25 29 29 ഓ 9 30 29 5 295 ബൈ 4 കേട്ടല്ലോ. ഓക്കെ, ആ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഘടകഗ്രഹിച്ച് നോക്കുക കേട്ടോ. ഘടകഗ്രഹിച്ച് ആണെങ്കിൽ ഒന്ന് ചെയ്തുതരാം. നോക്കാം, 870 25 ആണല്ലോ. 5 വെച്ച് ഘടകഗ്രഹിച്ച് ചെയ്യാം. 8 ഒരു പ്രാവശ്യം 3 37 7 5 35 2 ശിഷ്ടം 20 4 5 20. അത് 2 പോവില്ല, 25 ഒരുമിച്ച് എടുക്കണം. അപ്പൊ എന്ത് ചെയ്യുക, ഒരു 0 കൊടുത്തിട്ട് എഴുതുക, പറഞ്ഞിട്ടല്ലോ 0 കൊടുത്തിട്ട് എഴുതുക 5 പ്രാവശ്യം. അടുത്ത് ക്ലിയർ ആണോ? 0 വരുന്നത് ഒന്ന് പറയാം. അതായത് 8 5 ഒരു പ്രാവശ്യം എഴുതിയല്ലോ, 8 5 ഒരു പ്രാവശ്യം 5 നല്ലോ 5. അപ്പൊ 8 5 പോയിട്ട് ബാക്കി എത്രയുണ്ട്, 3 നല്ലോ, 3 7 37. അപ്പൊ 37 എത്ര പ്രാവശ്യം, 7 5 35. ബാക്കി 2 ഷിഫ്റ്റ് ഉണ്ട്, 2 0 20 20 4 പ്രാവശ്യം 4 5 20 പൂർണ്ണമായിട്ട് പോയി നല്ലോ. അവിടെ നമ്മൾ 2 നോക്കി, 2 നോക്കുമ്പോൾ അവിടെ പോകില്ലല്ലോ. അപ്പോൾ 25 ഒരുമിച്ച് എടുക്കണം. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ 0 കൊടുത്തിട്ട് 25 നോക്കുക 5, അല്ലെങ്കിൽ സാധാ ചെയ്യുക കേട്ടല്ലോ. 5 പ്രാവശ്യം 17 3 5 15 2 24 4 5 20 4 40 8 5 40 ഒരു പ്രാവശ്യം. ഓക്കെ, അടുത്ത് എത്ര വെച്ച് കൂടാം, 3 വെച്ച് പോവില്ല, 3 4 4 3 ഇല്ല, 29 29 34 ബൈ 29 മറ്റേ 295 എത്രടാ, 5 7 7 കൊണ്ട് പോവില്ല, 13 പോവില്ല, 17 19 ഒന്നും പോവില്ലടേ, 13 5 59 ഊഫ് 59 കേട്ടോ, 59 ഇവിടെയും 59 59 പോകത്തുള്ളൂ കേട്ടോ, 59. ഓക്കെ, ഒത്തിരി കടുത്ത് അതായിപ്പോയി. ഓക്കെ, 59 കേട്ടല്ലോ. അപ്പൊ ഇവിടെ നിന്ന് 5 ഇവിടെ നിന്ന് 59 എടുക്കുക കേട്ടോ. ഇന്ത്യ എത്ര കിട്ടും, 295 കിട്ടും കേട്ടോ. ഓക്കെ, ഈക്വൽ ടു എന്ത് ചെയ്യാം, എന്നിന്റെ വാല്യൂ കാണാനായിട്ട് അവിടെ പ്ലസും കൊടുക്കുക മൈനസും കൊടുക്കുക, പ്ലസും കൊടുക്കുക മൈനസും കൊടുക്കുക. അപ്പൊ കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഇവിടെ പോ പ്ലസ് കൊടുക്കുമ്പോൾ -3 പ്ലസ് 295 ബൈ 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും, മൈനസ് പ്ലസ് 11 കുറച്ചിട്ട് വലിയ ചിഹ്നം കൊടുക്കുക. അപ്പൊ 292 ബൈ 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 7 4 28 73 കിട്ടും കേട്ടോ. 73 ആൻസർ ഉണ്ടല്ലോ, 73 കാണണം. മൈനസോടെ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. -3 മൈനസ് 295 ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, 2 മൈനസ് ആയതുകൊണ്ട് ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം അല്ലേ. അപ്പൊ ചെയ്യുമ്പോൾ എന്ത് വരും, -292 വരും കേട്ടോ.
ചെയ്യുമ്പോൾ നെഗറ്റീവ് ആൻസർ വരും. ഒരിക്കലും എണ്ണം മൈനസ് വരില്ല. എണ്ണം ഒരിക്കലും മൈനസ് ആവില്ലല്ലോ. -10 അങ്ങനെയൊന്നും പറയില്ല നമ്മള്. ഓക്കെ, അപ്പൊ എണ്ണം മൈനസ് വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ആ രണ്ടാമത്തെ ആൻസർ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ആൻസർ എത്ര? 73. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ രണ്ടാം സമവാക്യത്തിന്റെ നോക്കി വെച്ച് ചെയ്യാൻ ഇനിയുള്ള പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടല്ലോ. ഓക്കെ, ഇനി എന്തായാലും നന്നായിട്ട് അറിയാം. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് ഇത്തിരി പാടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമേ കഴിയുന്നു ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അതായത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചല്ലോ, അതായത് n × 2n+3 = ഏതില്ല n × 2n+3 അല്ലേ? 2n+3 = 10877 ഉണ്ട്. സോറി, 10877 ഉണ്ടല്ലോ. ഇത്ര ചെയ്ത് വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രിയിലോട്ട് പോകാതെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ n-ന് 71 കൊടുക്കാം. 71 × ഇവിടെ 71 കൊടുക്കുക. 2 × 71 142 + 3 71 × 145 ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ വേണമെങ്കിൽ എല്ലാം ചെയ്ത് നോക്കണ്ട. ഈ ഒറ്റയുടെ സ്ഥാനത്ത് 5 ഇവിടുത്തെ 1 ഇല്ലേ, 5 × 1 എത്ര? 5 അല്ലേ വരുള്ളൂ. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുള്ളൂ. ഓക്കെ, ഇവിടെ ഇല്ലല്ലോ. ഓക്കെ, നോക്കേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടുള്ളൂ. ഒറ്റയുടെ സ്ഥാനത്തോ സംഖ്യ മാത്രം ജസ്റ്റ് ഒന്ന് ഇന്ത്യ ചെയ്ത് നോക്കുക. പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഓപ്ഷൻ നമുക്ക് കളയാൻ പറ്റും. കേട്ടല്ലോ. ഇവിടെ ഇപ്പൊ തന്നെ 145 മറ്റേ 7 ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഒറ്റയുടെ സ്ഥാനത്തിൽ 5ഉം ഇവിടുത്തെ 1ഉം തമ്മിൽ ഇന്ത്യ ചെയ്യുക. അപ്പൊ എത്രയായിട്ടും ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്നത്. കേട്ടല്ലോ. ഇവിടെ ഇപ്പം 7 അല്ലേ ഉള്ളത്. അപ്പൊ വരത്തില്ല. അപ്പൊ 63 കൊടുക്കുകയാണെങ്കിലോ, 63 × 2 × 63 126 + 3 63 × 129. ഓക്കെ, അപ്പോ ഇവിടുത്തെ 9, ഇവിടെ 3 27 7 കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കുക. കേട്ടല്ലോ. എന്തായാലും കിട്ടത്തില്ല. അടുത്ത 73 ചെയ്യുമ്പോൾ 73 × 2 × 23 എത്ര? 6 146 + 3 73 × 149 കേട്ടോ. അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും കേട്ടോ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. കഴിയുന്നത് പറഞ്ഞിട്ടോ. ഓക്കെ, പഠിച്ചു വെച്ചിരിക്കുക. പറ്റിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ ആ ഓപ്ഷൻ എടുത്ത് ചെയ്ത് പോവാം. നമുക്ക് എന്തായാലും ആൻസർ കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറിയത്. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര എന്നാണ്. ഇവിടെ ഒരു സിലിണ്ടർ, അതിന് എത്ര സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ബക്കറ്റ്, അതിൽ 42 സെന്റിമീറ്റർ വ്യാസമുണ്ട്. അതായത് അതിന്റെ ആരം എത്ര വരും? അപ്പോ 21 സെന്റിമീറ്റർ എന്ന് കിട്ടും. വ്യാസം 42 അല്ലേ, അപ്പം ആരം 21, ഉയരം എത്ര? 10. ഇനി അതിൽ നിറയെ മണലുണ്ട്. ഈ മണൽ എന്ത് ചെയ്തോടാ, ഇപ്പൊ തറയിലോട്ടൊരു കോണിക് ഷേപ്പിൽ എന്ത് ചെയ്തു, അതായത് മണൽ കൂട്ടിയിടുമ്പോൾ അറിയാലോ, നമ്മൾ തട്ടുമ്പോ ഒരു കോൺ ഷേപ്പിൽ എന്ത് ചെയ്യും, വരും ആണല്ലോ. ആ കോണിന്റെ ഉയരം എത്ര എന്നുണ്ട്? 21 ഞാൻ വലിയ ഹെച്ച് കൊടുക്കണടാ, 21 മാർക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഹെച്ച് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്രയാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഓർമ്മിക്കേണ്ടത് ഇപ്പൊ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ആ ഒരു ബക്കറ്റിൽ നമ്മളെടുത്ത മണല് ആ അതേ അളവ് തന്നെയാണ് എന്ത് ചെയ്തത്, ആ കോൺ ഷേപ്പിൽ ആക്കി വെച്ചത് ഇല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യില്ല, വ്യാപ്തം ഒരിക്കലും മാറത്തില്ല. ക്ലിയർ ആയോ? അതായത് സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ആ ഒരു ബക്കറ്റിൽ നിറച്ച മണലാണ് എന്ത് ചെയ്തത്, ആ കോൺ ആകൃതിയിൽ അവിടെ ആയിട്ടുള്ളത് ഇല്ലേ. അപ്പൊ രണ്ടിന്റെയും വ്യാപ്തോടെ എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ സിലിണ്ടറിന്റെ വ്യാപ്തവും എന്താ, കോണിന്റെ വ്യാപ്തോടെ എന്തായിരിക്കും, അവിടെ തുല്യമായിരിക്കും. ഓക്കെ, മനസ്സിലാണേ. അപ്പോ സിലിണ്ടറിന്റെ വ്യാപ്ത ഇക്വേഷൻ എന്താ, πr²h. πr²h. ഇനി കോണിന്റെ എന്താ, 1/3 πr²h. ഓക്കെ ആണോ? അപ്പോ സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭം എന്ന് പറയേ, വൃത്തസ്തംഭം സിലിണ്ടറിന്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ πr²h ആണ്.
എന്നാൽ കോണിന്റെ ആണെങ്കിലോ, കോൺ എന്ന് പറയുമ്പോൾ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്താ 1/3 πr² ആണ് ആണല്ലോ. ഇവിടെ ആരം വ്യത്യസ്തമായിട്ടേ ഞാൻ എന്ത് ചെയ്തടാ, ആറിന് വലിയ ആറ് കൊടുക്കണേ, വലിയ ആറും വലിയ എച്ചും കൊടുത്തു കേട്ടോ. രണ്ട് വ്യത്യാസമായിട്ടാണ് നിങ്ങൾ കൊടുത്തത് കേട്ടല്ലോ. ഓർമ്മിച്ചോണം, വലിയ ആറും വലിയ എച്ചും കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഒന്ന് കൊടുക്കാം. പൈ, ഓക്കെ, ഇവിടെ തന്നെ എന്ത് ചെയ്യാം, പൈയും എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാമേ. രണ്ട് സൈഡും പൈയും ക്യാൻസൽ ചെയ്ത് ബാക്കി r² എന്ന് പറയുമ്പം ആരം 21 അല്ലേ, 21 × 21. ഉയരം എത്ര, h 10 ഈക്വൽ ടു 1/3 × r² അറിയത്തില്ല, കോണിന്റെ ആരം അറിയത്തില്ലേ, r² അതുപോലെ ഇട്ടേ. പിന്നെ h എത്ര, h 21. രണ്ടിന്റെ വാല്യൂസ് എല്ലാം കൊടുക്കുക. ഇനി ഇവിടുത്തെ 21 ഇവിടുത്തെ 21 വെട്ടി. ബാക്കിയാണ് r² കാണാനായിട്ട് എന്ത് ചെയ്യാം, r² കാണാനായിട്ട് ഇത് /3 ഉണ്ടല്ലോ, ഈ /3 നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോവേ. ഇവിടെ 21 × 10 ഉണ്ട്, 21 × 10 ഉണ്ട്, ഇൻറ്റു ഈ /3 ഇടാകുമ്പോൾ എന്താവും, ഇൻറ്റു 3 ആയി. അത്ര 63 630 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടുന്ന് ആ /3 നേരെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ 21 × 10 ഉണ്ട് അല്ലേ, 210 ഉണ്ട്, ഇൻറ്റു 3 ഇടാകുമ്പോൾ എന്തായി, 630 ആയി, r². ഇനി 6 കൊണ്ട് നിൽക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഇട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ അതിന്റെ അടിസ്ഥാന വിസ്തീർണം അല്ലേ, അടിസ്ഥാന വിസ്തീർണം എന്ന് പറയുമ്പോൾ കോണിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോ അതിന്റെ അടിസ്ഥാനം, അതായത് അതിന്റെ ബേസ് കേട്ടോ, ബേസ് എന്ന് പറയുമ്പോൾ പാദമാണ്. അവരുടെ അതിന്റെ പാദ വിസ്തീർണമാണ് ചോദിച്ചുള്ളത്, പറഞ്ഞല്ലോ. ഓക്കെ, പാദ വിസ്തീർണമാണ് ചോദിച്ചുള്ളത്. എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ച് എന്തോ ചെയ്തപ്പോ ഇങ്ങനെ ആയതാണ്. ഓക്കെ, അവിടെ പാദ വിസ്തീർണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ, πr² അല്ലേ, പാദം ഏത് ഷേപ്പിലിടാം, വൃത്താകൃതിയിലിടാം. നോക്ക്, പാദം വൃത്താകൃതിയിലേ, അപ്പൊ എന്താ πr² ആണ് ഏരിയ ഈക്വൽ ടു പൈയുടെ വില 22/7 ഇൻറ്റു r² വില 630. r² വില 630 കേട്ടല്ലോ. അപ്പൊ 7 630 വെട്ടി 63 എത്ര പ്രാവശ്യം, 9 പ്രാവശ്യം. 9 × 9 = 18 2 19. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ പാദ വിസ്തീർണം ചോദിച്ചിട്ടുള്ളത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള, അതിന്റെ ആരമുണ്ട് ഉയരമുണ്ട് നല്ലോ. അതെന്ത് ചെയ്തു, അതായത് മണൽ നിറച്ചിട്ട് അതെന്ത് ചെയ്തു, ഇപ്പൊ തറയിലോട്ട് തട്ടിയപ്പോൾ എന്ത് ചെയ്തു, അത് കോൺ ഷേപ്പിലായി. അപ്പൊ സിലിണ്ടറിന്റെ വ്യാപ്തവും ആ കോണിന്റെ വ്യാപ്തവും തുല്യമാണ് എന്ന് കരുതുക. ഓക്കെ, പിന്നെ എന്താ, കോണിന്റെ ഉയരം കൊണ്ട് അതൊക്കെ എന്ത് ചെയ്തു, നമ്മൾ r² കണ്ടുപിടിച്ചു. രണ്ടിന് ഇക്വേഷൻ, സിലിണ്ടർ അഥവാ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം πr² h, കോൺ അല്ലെ വൃത്തസ്തൂപിയുടെ വ്യാപ്തം 1/3 πr²h. രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തോടാ, r², കോണിന്റെ ആരം r² കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടിസ്ഥാന വിസ്തീർണം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന പാദ വിസ്തീർണമാണ്. പാദം ഏത് ഷേപ്പില്, വൃത്താകൃതി ആയതുകൊണ്ട് πr². ഓക്കെ, πr² കൊടുത്ത് എന്ത് ചെയ്യുക, അവിടെ അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. 1980 ഉണ്ടല്ലോ, ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം 1 - 1/2 × 1 - 1/3 1 - 1/4 അങ്ങനെ 1 - 1/20. ഓക്കെ, അപ്പൊ ഇവിടെ 1 - 1/2 എന്ന് പറയുമ്പോ നമുക്ക് ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട എളുപ്പമുണ്ട്. എന്ത് ചെയ്യാം, ഛേദം അതുപോലെ ആയിട്ട് ഈ ഛേദത്തിന്ന്, അതായത് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് എഴുതിയാൽ മതി കേട്ടല്ലോ. അംശവും ഛേദം നമ്മൾ ഇവിടെ കുറച്ച് എഴുതിയാൽ മതി. അപ്പൊ 2 × 1 കുറച്ച് എത്ര, 1 അല്ലേ, 1 കൊടുത്ത കേട്ടോ, ഇൻറ്റു അതിവിടെ മൈനസ് 3 × 1 കുറച്ച് എത്ര, 2 അല്ലേ, അപ്പൊ 2/3. അടുത്തോ 4/1 എത്ര, 3 അല്ലേ, 3/4. അടുത്ത എന്തായിരിക്കും, 4/5 ആയിരിക്കും. ഇനി എന്ത് ചെയ്യും, പോവും. ഓക്കെ, എക്സെട്ര. ലാസ്റ്റ് 1 - 1/20 അല്ലേ, അപ്പൊ എത്ര വരും, 19/20 വരും കേട്ടല്ലോ. താഴെ നിന്ന് മേളിൽ കുറച്ച് എഴുതിയാൽ മതി കേട്ടല്ലോ, മേലില്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കിട്ടും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്ന് വെട്ടിപ്പോ 2 2 വെട്ടി, 3 3 വെട്ടി, 4 4 വെട്ടി, 5 ഇവിടെ 5 വെട്ടി പോവും നല്ലോ. ലാസ്റ്റ് വരുന്ന 19 19 എന്ത് ചെയ്യടാ, വെട്ടി പോവും. ഓക്കെ, ലാസ്റ്റ് എത്ര ഇട്ടു ഇവിടെ, ഇവിടെ എത്ര, 1 ബൈ ഇവിടുത്തെ 20, 1/20 ഇട്ടു. ഓക്കെ, ഈ മോഡൽക്ക് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ് കണ്ടല്ലോ, പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെച്ചിരിക്കുക കേട്ടല്ലോ. ഓക്കെ, ഇവിടെ എന്ത് എളുപ്പത്തിൽ ഇവിടെ 1/1 കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ 1 ലാസ്റ്റ് ഇവിടുത്തെ എത്ര, 20 അല്ലേ, അതങ്ങ് ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. 1/20 വരും.
കേട്ടോ. അത് ഷോർട്ട് കട്ടാണ്. അവിടുത്തെ ഫസ്റ്റത്തതും ഇവിടുത്തെ ലാസ്റ്റത്തും നോക്കി അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടല്ലോ. അതായിരിക്കും ഇപ്പം ആൻസർ എന്ന് പറഞ്ഞ അവിടെ പറയട്ടോ 1/20 ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റെപ്പ് കൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കാം. മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് ക്യാൻസൽ ആയി പോകും. ആവശ്യം 1/1 കിട്ടും. മൈനസ് എന്ന് ഓർമ്മിച്ചോണം. ഇപ്പൊ 1/3/8 എന്ന് ചോദിച്ചു എത്ര ആയിക്കോടാ, 8 3 കുറച്ച് 5, 5/8 ആയിരിക്കും കേട്ടോ. ഓർമ്മിച്ചോണേ. അടുത്തതിൽ പോവാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ചോദ്യം രണ്ടാം ക്ലാസ് നോക്കി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷൻ വെച്ച് ചെയ്യാം. നമ്മുടെ ഓപ്ഷൻ വെച്ച് ചെയ്ത് പോവാം കേട്ടല്ലോ. അത് എക്സിന്റെ മൂല്യം ചോദിച്ചുള്ളൂ. അപ്പൊ എക്സിന് ആദ്യം 3 കൊടുക്കണം കേട്ടോ. 9 എക്സിന് എത്ര കൊടുത്തു 3 പ്ലസ് 3/3 മൈനസ് 90 സമം 0 കിട്ടുമെന്ന് നോക്കാം. 9ന്റെ ക്യൂബ് എത്ര 729, 3ന്റെ ക്യൂബ് 27 മൈനസ് 90 കുറയ്ക്കുമ്പോൾ 0 വരുമോ? 729 27 90 ആണ് കുറയ്ക്കുന്നത് ഇല്ലേ, 0 ഒരിക്കലും വരത്തില്ല. ഇനി 6 അല്ലേ, 6 നമുക്ക് തൽക്കാലം ചെയ്യാൻ നിൽക്കേണ്ട, വലിയ സംഖ്യ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഞാൻ ഇപ്പൊ 4 കൊടുക്കാം അല്ലെങ്കിൽ 2 കൊടുക്കാം. ഇപ്പൊ 2 കൊടുക്കണം കേട്ടോ. 9/2 പ്ലസ് 3/2 മൈനസ് 90 ഈക്വൽ. നമുക്ക് എളുപ്പം ആദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, 9ന്റെ സ്കോർ എത്ര 81 പ്ലസ് 3ന്റെ സ്കോർ 9 മൈനസ് 90. 81 9 എത്ര 90 അല്ലേ, മൈനസ് 90 ചെയ്യുമ്പോൾ 0 കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് പറഞ്ഞിട്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് സ്റ്റെപ്പ്, അതായത് രണ്ടാം ക്ലാസ് നോക്കിയൊക്കെ ഇവിടെയും വരും പറഞ്ഞിട്ടല്ലോ. ഞാൻ അതിലോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞാലും ചിലപ്പോൾ എന്തില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയാ, അത് അത്രയും സ്റ്റെപ്പ് ഒരുപാടുണ്ട് പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അത്രയും ചുമ്മാ ഡീറ്റെയിൽ പഠിക്കാൻ നിൽക്കേണ്ട, ഓപ്ഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടല്ലോ. ഓക്കെ, അതിപ്പം 9/x ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ, 9/x എന്ന് പറയുമ്പം 3ന്റെ സ്കോർ അല്ലേ, 3ന്റെ സ്കോർ x എന്ന് എഴുതി പ്ലസ് 3/x മൈനസ് 90 സമം 0. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളോ ഇത് രണ്ടും അങ്ങോട്ട് ഇങ്ങനെ മാറ്റിയ 3/x ഹോൾ സ്കോർ എന്ന് എഴുതിയിട്ട് പ്ലസ് 3/x മൈനസ് 90 സമം 0. ഓക്കെ, രണ്ട് അങ്ങോട്ട് ഇങ്ങനെ മാറ്റിയ എന്നിട്ട് 3/x പകരം വേറെ എങ്ങനെ നമ്പർ കൊടുക്കുക, ഒരു y എന്ന് വിചാരിച്ചു, y. അപ്പൊ y² പ്ലസ് അവിടെ 3/x വരും y മൈനസ് 90 സമയം എത്ര 0 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒയുടെ വാല്യൂ നേരത്തെ പോലെ മൈനസ് ബി പ്ലസ് മൈനസ് ഉണ്ടല്ലോ, b² മൈനസ് 4ac/2a ചെയ്യുമ്പോൾ കിട്ടും. നിങ്ങൾക്ക് ഒയുടെ വാല്യൂ കിട്ടും. എനിക്ക് തോന്നുന്നു 3/3 അങ്ങനെ തോന്നുന്നു 3 ഉണ്ടോ 9 കിട്ടും കേട്ടോ. സോറി, ഒയുടെ വാല്യൂ 9 കിട്ടും കേട്ടോ. ഓക്കെ, ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒയുടെ വാല്യൂ 9 എന്ന് കിട്ടും. ചെയ്ത് നോക്ക് കേട്ടല്ലോ. കിട്ടില്ല ഒന്ന് കമന്റ് ഇട്ടേക്കാം പറഞ്ഞല്ലോ. ഓക്കെ, ഒയുടെ വാല്യൂ 9 എന്ന് കിട്ടും. അതായത് 3ന്റെ സ്കോർ ആണ് 9 കേട്ടോ. അപ്പൊ എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടും. അത്രയ്ക്കൊന്നും പോകണ്ട, ഓപ്ഷൻ ആയിട്ട് ചെയ്യാം പറഞ്ഞല്ലോ. ഇതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതാണ് എന്റെ യഥാർത്ഥ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടല്ലോ. 9/x 3/2 എന്ന് എഴുതിയിട്ട് ഹോൾ റൈസ് x കൊടുത്ത് അടുത്തൊരു എന്ത് ചെയ്യും, പവർ അങ്ങോട്ടും തിരിച്ചെഴുതി 3/x ഹോൾ സ്കോർ എന്ന് കൊടുത്തു. അതുകൊണ്ട് 3/x വരുന്നത് കൊടുത്തത് അവിടെ y എന്നോ k എന്നോ എന്തെങ്കിലും കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, ഒരു രണ്ടാം സമവാക്യം കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഒയുടെ വാല്യൂ കിട്ടും. ഒയുടെ വാല്യൂ ഇവിടെ 9 ആണ് കിട്ടുന്നത് പറഞ്ഞല്ലോ. ഒയുടെ വാല്യൂ 9 എന്ന് കിട്ടും. അതായത് 3/x എത്ര പോ 9 എന്ന് കിട്ടും. അല്ലെങ്കിൽ 9 3ന്റെ സ്കോർ അല്ലേ, ഇവിടുത്തെ എക്സും ഇവിടുത്തെ 2 എന്തായിരിക്കും തുല്യമായിരിക്കും കേട്ടോ. അത്രയും പോകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ചെയ്യാം, ഓപ്ഷൻ ഇട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. 2 വർഷത്തേക്ക് പ്രതിവർഷം 10% നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മുടെ വ്യത്യാസം 25 എനിക്ക് തുക കണ്ടെത്താനാണ്. അപ്പൊ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ സാധാരണ പലിശ നമ്മുടെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഇക്വേഷൻ ഓർമ്മയുണ്ടോ, P × R/100 ഹോൾ സ്ക്വയർ. 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മൾ വ്യത്യാസമായുള്ള ഇക്വേഷൻ ആണ് P × R/100 ഹോൾ സ്ക്വയർ ഈക്വൽ. വ്യത്യാസം എത്ര ഉണ്ട് ഇവിടെ 25 ഉണ്ട്. പി എമൗണ്ട് അറിയത്തില്ല. ആർ എത്ര 10 അല്ലേ, 10/100 ഹോൾ സ്ക്വയർ സമയം എത്ര 25. 10 ഒരു 0 0 വെട്ടിയേ. ഓക്കെ, പി ഇൻറ്റു സ്ക്വയർ എടുക്കാം. പി ഇൻറ്റു സ്ക്വയർ എടുക്കുമ്പോൾ 1ന്റെ സ്കോർ 1 തന്നെ ബൈ 10ന്റെ സ്കോർ എത്ര 100 അല്ലേ, ഒരു 0 കൊണ്ട് ബാക്കി 10 അല്ലേ ഉള്ളൂ. 10ന്റെ സ്കോർ 100. ഓക്കെ, ഈക്വൽ ടു 25. പി ഈക്വൽ ടു ഈ ബൈ 100 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും
ഇൻറ്റു 100 ആവും. 25ഉം 2 0. അവിടെ ആ ഇക്വേഷൻ ഓർമ്മിക്കുക. രണ്ട് വശത്തേക്കുള്ള എന്താ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് P × R/100 ദ ഹോൾ സ്ക്വയർ ആണ്. ആണല്ലോ. ഇവിടെ വ്യത്യാസം തന്നിട്ടുണ്ട് 25. കൊടുത്ത് എന്ത് ചെയ്യാം? പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ആണ് ചോദ്യം. അപ്പം ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം മൈനസ് എന്നത് എന്താ ഹരണമായാൽ, അല്ലെ പ്ലസ് എന്നത് ഗുണനമായാൽ, അങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യും? തന്നിരിക്കുവായിരുന്നല്ലോ. ഇവിടെ ഇപ്പം തിരിച്ച് അപ്പൊ 60 - 10 എന്നാൽ 600 എന്നാണ്. ഒന്നാലോചിച്ചത് 60 - 10 600 ആയാലെന്ന്. അവിടെ 60ഉം 10 എന്താ ചെയ്തിട്ടുള്ളത്? ആക്ച്വലി ഇൻറ്റു അല്ലേ ചെയ്തിട്ടുള്ളത്, അല്ലേ? 60 × 10 അല്ലേ 600. 60 × 10 ആണ് 600 അല്ലോ. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇൻറ്റു ആണ്. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചെടുക്കണം എന്നാണ്. ഓക്കെ, ഇനി 12/4 എന്നാൽ എത്രയെന്നുണ്ട്? 12/4 16 എന്നുണ്ട്. അവിടെ എന്താ ചെയ്തത്? 12ഉം 4ഉം അവിടെ 16 കിട്ടി ഇല്ലേ? എന്ത് ചെയ്തു? 12 4 കൂട്ടി ഇല്ലേ? 12 4 കൂട്ടി. അപ്പൊ ഹരണം എന്നാൽ എന്താണ്? അപ്പോ പ്ലസ് ആണ്. ഇനി 6 × 3 എത്ര? 3 എന്നാണ് അല്ലേ? അപ്പൊ 6ഉം 3ഉം തമ്മിൽ എന്ത് ചെയ്തോടാ? 6ഉം 3ഉം തമ്മിൽ കുറച്ചപ്പോഴാണ് 3 കിട്ടി ഇല്ലേ? 6 × 3 കുറച്ച 3 അല്ലേ? അവിടെ ഗുണനം എന്ന് വെച്ചാൽ എന്താ? അവിടെ മൈനസ് ആണ്. ഇനി എന്താ? 10 + 2 10 + 2 5 എന്ന് വെച്ചാൽ എന്താ? 10ഉം 2ഉം ഇവിടെ ഹരിക്കുമ്പോഴാണ് 5 കിട്ടുന്നത്. 10/2 അല്ലേ 5? 10/2 ആണ് 5. അപ്പൊ എന്താ അവിടെ പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സോറി, പ്ലസ് എന്ന് പറയുന്നത് എന്താ? ഹരണമാണ്. ഓക്കെ, അപ്പൊ ആ 4 ക്രിയകളിൽ നിന്നും എന്ത് ചെയ്യണം? നമുക്കിവിടെ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ ചിഹ്നം എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യം 100. അവിടെ മൈനസ് അല്ലേ? മൈനസ് എന്ന് വെച്ചാൽ എവിടെ? ഇൻറ്റു ആണല്ലോ. ഇൻറ്റു കൊടുക്കുക. അവിടെ 10 എഴുതി. അവിടെ 10 കഴിഞ്ഞ് വീണ്ടും ഇൻറ്റു അല്ലേ? ഇൻറ്റു എന്ന് പറയുമ്പോൾ അവിടെ മൈനസ് ആണ്. മൈനസ് കൊടുക്കുക. 1000 കഴിഞ്ഞിടത്ത് ഹരണമാണല്ലോ. ഹരണം എന്ന് വെച്ചാൽ അവിടെ പ്ലസ് ആണ്. പ്ലസ് കൊടുക്കുക. വീണ്ടും 1000. ഇനി അവിടെ പ്ലസ് ആണ്. പ്ലസിന് പകരം എന്ത് ചെയ്യുക? ഹരണം 100. ലാസ്റ്റ് ഇൻറ്റു 10 അല്ലേ? ഇൻറ്റുവിന് പകരം വീണ്ടും മൈനസ് 10 കൊടുക്കുക. ഉണ്ടോ? അപ്പൊ ചിഹ്നം മാറ്റി എഴുതുക. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഹരണം അല്ലേ ചെയ്യുന്ന? ഹരണം ചെയ്യുന്നല്ലോ. ഓക്കെ, 10 × 100 × 10 1000 അങ്ങ് എഴുതാമേ, വേറെ ബന്ധമില്ലല്ലോ. -1000 പ്ലസ് 1000/100 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 0 ഇവിടുത്തെ 2 0 ചെയ്യും, വെട്ടി പോയിട്ട് 10 എന്ന് കിട്ടും. 10 ലാസ്റ്റ് -10 ഉണ്ടല്ലോ. ഓക്കെ, ഈ 10 - 10 കിട്ടും. പിന്നെ ഇത് ചെയ്താലും അവിടെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. എന്നെ കണ്ടു ചെയ്യാം. 100 × 10 1000 എഴുതി. -1000 ഇവിടെ ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. -10 കൊടുക്കുക. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1000 - 1000 0. 10 - 10 0. ആൻസർ 0 കിട്ടും. ഓക്കെ, അപ്പൊ ഒരു അല്പം ഒന്ന് വെറൈറ്റി ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, പഠിച്ചു വെച്ചോണേ. അപ്പൊ ആദ്യം ഇവിടെ ക്രിയ ഓരോന്നിനും എന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ചിഹ്നം അതനുസരിച്ച് മറ്റേ മാറ്റി കൊടുക്കുക കേട്ടല്ലോ. ഓക്കെ, അടുത്ത ഡയറക്ഷനെ ബന്ധപ്പെട്ട ചോദ്യമാണ്. അർജുൻ തന്റെ വീട്ടിൽ നിന്നും 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ നമുക്ക് അറിയാലോ. ഇത് നോർത്ത് ആണല്ലോ. സൗത്ത്, വടക്ക് തെക്ക്. വടക്ക് തെക്ക്. ഇവിടെ വെസ്റ്റ് എന്നല്ലോ. പടിഞ്ഞാറ്. ഇത് ഈസ്റ്റ്. ഓക്കെ, അറിയാന്ന് വിശ്വസിക്കുന്നേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? അർജുൻ തന്റെ വീട്ടിൽ നിന്നും 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയെന്നാണ്. പോയി 25 കിലോമീറ്റർ പോയി. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 15 നടന്നു. വീണ്ടും കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ? അപ്പോ ഇങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് എത്ര? 40 കിലോമീറ്റർ. അപ്പോൾ കൂടുതൽ പഠിക്കും. 40 കിലോമീറ്റർ പോയി. വീണ്ടും ഇടത്തോട്ട് എന്നല്ലോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട്. ഓക്കെ, എത്ര? 15 പോയി.
അങ്ങനെയാണെങ്കിൽ അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതല്ലേ കണ്ടുപിടിക്കണ്ട, ഇത് ഇത്രയും ആണല്ലോ. അപ്പൊ മൊത്തം 40 25 കുറയ്ക്കുക, 40 25 കുറയ്ക്കാം, എത്ര കിട്ടൂടാ? 15 കിട്ടും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും മിക്കവാറും, ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആൻസർ എത്ര? 15. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്, കിട്ടിക്കാണും. അടുത്തത് ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താനാണ്. ഓക്കെ, നോക്കാം. നോക്കണം. ഇവിടെ ഇപ്പോ Z X V T R P ആ ലെറ്റേഴ്സ് നോക്കിയാൽ അറിയാം, എന്താ ഒന്നിടെ വിട്ട ലെറ്റേഴ്സ് ആണ്. അതായത് തിരിച്ചു ആലോചിച്ചോടാം. ഇവിടെ P എന്ന് പറയുമ്പോൾ P കഴിഞ്ഞിട്ട് P, Q ഇല്ല R, അത് S ഇല്ല T, U ഇല്ല V, അടുത്ത് W ഇല്ല X, Y ഇല്ല Z. ഓക്കെ, ഒന്നിടെ വിട്ടാണ് അല്ലേ. അപ്പൊ Pക്ക് മുമ്പ് ഒന്നിടെ വിട്ടുള്ള ലെറ്റർ ഞാൻ നോക്കുക. എന്താ MNO അല്ലേ, NOP. ഓക്കെ, NOP ആണ്. അപ്പൊ എന്ത് വരും? N എന്ന് കിട്ടും. ഓക്കെ, NOP അങ്ങനല്ലേ പോകുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ O ഇല്ല, ഇവിടെ N എടുക്കുക, കണ്ടല്ലോ N. അപ്പൊ N എന്ന ഓപ്ഷനിൽ എന്തുണ്ടോ? 2 എണ്ണം ഉണ്ട്. ഓക്കെ, N എന്ന ലെറ്റർ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട് ആണല്ലോ. ഇനി അതില് ആ നമ്പേഴ്സ് നോക്കുമ്പോൾ 1, 2, 6, 21 അങ്ങനെ പോവുകയാണ്. അവിടെ അല്പം ചിന്തിച്ചാൽ ആ നമ്പേഴ്സ് നോക്കേണ്ട കാര്യം അവിടെ ഇല്ല. അതായത് നമ്മുടെ രണ്ടിലും 26 76 26 76 അല്ലേ, രണ്ടിലും ഒരേ സംഖ്യയാണ്. അപ്പൊ നിങ്ങളുടെ ആ നമ്പറിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം അവിടെ ഇല്ല. ഓക്കെ ആണോ? നമ്പറിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, എന്നിരുന്നാലും അതിനെ കുറിച്ച് പറയാം. ആ നമ്പർ എങ്ങനെ കിട്ടിയതാണ്. അതായത് ഇവിടെ 1 ഉണ്ട്, അടുത്ത് 2, 6, 21, 88, 445 ഇങ്ങനെയല്ലേ പോകുന്ന. അതായത് ഇത്രേ ഉള്ളൂ. 1 കഴിഞ്ഞിട്ട് 1 × 1 + 1 ചെയ്തു, 2 കിട്ടി. അടുത്ത് 2 × 2 + 2 ചെയ്തപ്പം ഇത് കിട്ടി, 6 കിട്ടി. അടുത്ത് 6 × 3 + 3 ചെയ്തപ്പോൾ എത്ര കിട്ടി? 21 കിട്ടി. അടുത്തോ 21 × 4 + 4 ചെയ്തപ്പം 88 കിട്ടി. അടുത്ത് 88 × 5 ചെയ്യുക, + 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 445 കിട്ടും. അടുത്ത് 445 × 6 + 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2676 കിട്ടും. കേട്ടോ, ഇതവിടെ നോക്കേണ്ട കാര്യമില്ല, എങ്കിലും ജസ്റ്റ് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞതേ ഉള്ളൂ, പറയണ്ടല്ലോ. ഓക്കെ, നോക്കാം. ഇനി അടുത്ത ലെറ്റർ നോക്കിയാൽ മതി നമുക്ക് ഇവിടെ. എന്നല്ലോ ഫസ്റ്റത്തില് എയിലുള്ളത് എ ഉണ്ടല്ലോ. എ കഴിഞ്ഞിട്ട് എന്തായി? ഡി. എ ഡി ആയി. എന്തോ ഇടയ്ക്ക് ബിയും സി ഇല്ല, 2 ലെറ്റർ എന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്തല്ലോ. അപ്പൊ എ ബി സി ഇല്ല, ഡി. ഡി കഴിഞ്ഞിട്ട് എന്തോ അടുത്ത് ജി അല്ലേ, ഡി. അപ്പൊ ഇ ഇല്ല, എഫ് ഇല്ല, അടുത്ത് ജി ആണല്ലോ. ജി കഴിഞ്ഞിട്ട് അത് എച്ച് ഇല്ല, ഐ ഇല്ല, അടുത്ത് ജെ ഉണ്ട്. അത് കെ ഇല്ല, എൽ ഇല്ല, എം ഉണ്ട്. അടുത്തോ എൻ ഒ ഇല്ല, പി ഉണ്ട്. പിന്നെ അത് ക്യൂ ഇല്ല, ആർ ഇല്ല, അടുത്തൊന്നും വരും? എസ് വരും. ഓക്കെ, എസ്. അപ്പൊ എസ് ഉള്ള ഓപ്ഷൻ ഇതാ, ഇതല്ലേ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറഞ്ഞത്. കേട്ടോ, ഓക്കെ. അപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്യും? ആ നമ്പർ വെച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന് സമയം കളഞ്ഞാണ് ചിലരെങ്കിലും. കേട്ടോ, അപ്പൊ ഇവിടെ നമ്പർ സെയിം ആണ്. അപ്പൊ ഫസ്റ്റത്തെ ലെറ്ററും ലാസ്റ്റത്തെ ലെറ്ററും വെച്ച് നോക്കിയാൽ മതി. അത്ര പാടുള്ള ചോദ്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഒരു വർഷത്തിലെ ആദ്യത്തെ ദിവസം, അത് അതിവർഷം ഒഴികെയുള്ള, അത് നോർമൽ ഇയർ ആണ് പറയുന്നത്. ഞായറാഴ്ച ആണെങ്കിൽ അവസാന ദിവസം ഏതാണ്? കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സാധാരണ വർഷത്തില് ആ വർഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എപ്പോഴും ഒരേ ദിവസമായി അല്ലെ? നമ്മൾ കലണ്ടറിലൊക്കെ പഠിക്കുന്നതാണല്ലോ. അതൊരു നോർമൽ ഇയർ ആണെങ്കിൽ അവിടെ ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും രണ്ടും ഒന്ന് തന്നെയായിരിക്കും ആണല്ലോ. അപ്പോൾ ആദ്യ ദിവസം ഞായറാഴ്ച ആണെങ്കിൽ അവസാന ദിവസം എന്ത് തന്നെ പോകും? ഞായറാഴ്ച തന്നെ. കേട്ടല്ലോ, ഒരു വർഷത്തിലെ ആദ്യത്തെ ദിവസം ഞായറാഴ്ച ആണെങ്കിൽ അവസാനത്തെ ദിവസം ഞായറാഴ്ച തന്നെയാണ്. എന്നാലേ ഇപ്പോൾ ഒരു വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ച, തൊട്ടടുത്ത വർഷം ആദ്യത്തെ ദിവസം അപ്പൊ എന്തായിരിക്കും? തിങ്കൾ ഇല്ലേ? അപ്പൊ തൊട്ടടുത്ത വർഷം വരുമ്പോൾ ഒരു ദിവസം കൂടും. ഓക്കെ, ഓർമ്മിച്ചോണേ, ഇതൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. ആദ്യ ദിവസം അവസാന ദിവസം എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. തൊട്ടടുത്ത വർഷം വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒന്ന് കൂടും.
അതിവർഷമാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് കൂടും കേട്ടല്ലോ, ഓർമ്മിച്ചോണേ കേട്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, പി ക്യൂവിന്റെ സഹോദരിയാണെന്നുണ്ട്. ആരോടൊക്കെ വരയ്ക്കാം. പി ക്യൂവിന്റെ സഹോദരിയാണ്. ക്യൂവിന്റെ സഹോദരിയാണ് പി. ഞാൻ സഹോദരി അത് സ്ത്രീ ആണെന്ന് കൊടുത്തു മൈനസ് സൈൻ കൊടുത്ത്, പുരുഷനാണെങ്കിൽ പ്ലസും കൊടുത്ത് എഴുതാണ്. അപ്പൊ പി എന്ന് പറയുമ്പോൾ ക്യൂവിന്റെ സഹോദരിയാണ്. അപ്പൊ ക്യൂവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, വേണ്ട. പി ക്യൂവിന്റെ സഹോദരിയാണ്. അപ്പൊ പി എന്നാണ് സ്ത്രീ ആയതുകൊണ്ട് മൈനസ് കൊടുത്തു. ഇനി ആർ എന്നത് ക്യൂയുടെ അമ്മയാണ്. അപ്പൊ ആർ എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ അമ്മയല്ലേ? അമ്മ. മേലോട്ട് കൊടുത്തു. ആർ എന്ന് പറയുന്നത് ക്യൂവിന്റെ അമ്മയാണ്. ക്യൂവിന്റെ അമ്മയാണ്. അപ്പൊ അവിടെ മൈനസ് കൊടുത്തു. അപ്പൊ ക്യൂവിന്റെ അമ്മ എന്ന് പറയുമ്പോൾ പിയുടെ എന്ത് തന്നെ? അപ്പോ അമ്മേനല്ലോ, അമ്മേന. ഇനി എസ് എന്നത് ആറിന്റെ പിതാവാണ്. എസ് എന്ന് പറയുന്നത് ആറിന്റെ പിതാവാണ്. അവിടെ പ്ലസ് കൊടുത്ത് മാർക്ക് വരയ്ക്കാൻ. ഓക്കെ, എസ് എന്ന് പറയുന്നത് ആറിന്റെ പിതാവാണ്. അടുത്തത് എസിന്റെ അമ്മയാണ് ടി. അത് നമുക്കവിടെ ആവശ്യമില്ല, എന്നാലും ടി, എസിന്റെ അമ്മയാണ് ടി കൊടുത്തു. അങ്ങനെ പിക്ക് എസുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചുള്ളത് കേട്ടല്ലോ. പിയും എസും തമ്മിലുള്ള ബന്ധമേ. അപ്പൊ പിക്ക് എസുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പം പി എസിന്റെ ആരാണ് നോക്കടാ? പി എസിന്റെ ആരാ? കൊച്ചുമകളല്ലേ? കൊച്ചുമകള്. ഓക്കെ, അപ്പൊ പിക്ക് എസുമായിട്ടുള്ള ബന്ധം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കൊച്ചുമകളാണ്. ഓക്കെ, ആണല്ലോ. ആ മുത്തച്ഛനോ? പിക്ക് എസുമായിട്ടുള്ള ബന്ധം കൊച്ചുമകൾ. ഓക്കെ, കിട്ടുമല്ലോ. ഓക്കെ, കൊച്ചുമകൾ അല്ലെങ്കിൽ മുത്തച്ഛൻ രണ്ടും വരാമെന്ന് തോന്നണല്ലേ. പിക്ക് എസുമായിട്ടുള്ള ബന്ധം, പിയുടെ ആരാണ്? എസ്. അപ്പൊ മുത്തച്ഛൻ. ഓക്കെ, മുത്തച്ഛൻ അല്ലെങ്കിൽ കൊച്ചുമകൾ കേട്ടോ. ഓക്കെ, പി എസ് ആൻസർ പോലെയും. ഓക്കെ, ചിലപ്പോൾ മുത്തച്ഛൻ അല്ലെങ്കിൽ കൊച്ചുമകൾ ഏതാണ് വരാം കേട്ടല്ലോ. അപ്പൊ പിയുടെ ആരാണ് എസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മുത്തച്ഛനാണ്. ഓക്കെ, പിയുടെ മുത്തച്ഛനാണ് എസ് എന്ന് പറഞ്ഞത്. നേരെ തിരിച്ച് എസിന്റെ ആരാണ് പി എന്ന് ചോദിച്ചാൽ എന്താ? കൊച്ചുമകളാണ്. ഓക്കെ, രണ്ടു വരാം കേട്ടോ. അപ്പൊ പി എസ് ആൻസർ പോലെയും പിക്ക് എസുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചുള്ളത്. പി കെ എസുമായിട്ട് ബന്ധം എന്ന് പറയുമ്പോൾ പി എസിന്റെ കൊച്ചുമകളാണ് കേട്ടല്ലോ. ഓക്കെ, കൊച്ചുമകൾ വരാണ് സാധ്യത കൂടുതൽ കേട്ടോ. കൊച്ചുമകൾ വരാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. ഓർമ്മിച്ചോണേ. ഓക്കെ, നോക്കാം അടുത്ത ചോദ്യം. ഇത് പ്ലസ് വണ്ണില് ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ മോഡൽ മുമ്പ് വന്നിട്ടുണ്ട്. നമുക്കും 10ാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷകൾക്കും വന്നിട്ടുണ്ട് കേട്ടല്ലോ. അപ്പോൾ ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് ജയിച്ചു. ഞാൻ അതൊരു സർക്കിൾ വരച്ച് പറഞ്ഞു കേട്ടോ. നോക്ക്, ഒന്ന് ഇക്വേഷൻ വെച്ച് പറയാം, സർക്കിൾ വരച്ച് പറയാം. 40% വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? തോറ്റവരാണ് പറഞ്ഞത്. തോറ്റു. 53% പേര് എന്ത് ചെയ്തോളാം? മാത്സിൽ തോറ്റു. 53% പേര്. 15% പേര് രണ്ട് വിഷയങ്ങളിൽ എന്ത് ചെയ്തു? 15% പേര് തോറ്റുന്നതാണ്. 15% ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരും. രണ്ട് വിഷയം തോറ്റു എന്നാണ്. അങ്ങനെയാണെങ്കിൽ വിജയിച്ചവരുടെ ശതമാനം എത്രയാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നേടാം അത് തോറ്റവരുടെ ശതമാനം ഒന്ന് കണ്ടുപിടിക്കാം. തോറ്റവരുടെ ശതമാനം എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം 40% പേര് തോറ്റല്ലോ അല്ലേ? അതായത് ഇംഗ്ലീഷിൽ തോറ്റത് 40% പേരാണ് എന്നല്ലോ. 53% പേര് എന്ത് ചെയ്തു? മാത്സിൽ തോറ്റു. രണ്ട് വിഷയങ്ങളിലും 15% തോറ്റു. എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം തോറ്റവര് മൊത്തം 15% പേര് രണ്ടിലും തോറ്റല്ലോ. അപ്പൊ ഇംഗ്ലീഷിൽ മാത്രം തോറ്റെന്ന് പറയുമ്പോൾ 40 നിന്ന് 15 കുറയ്ക്കുക. എത്ര? 25% പേര് ഇംഗ്ലീഷിൽ മാത്രം തോറ്റു. അതേപോലെ 15 കുറയ്ക്കുമ്പം 38 അല്ലേ? 38% പേര് എന്ത് ചെയ്തു? മാത്സിലും തോറ്റു എന്നല്ലോ. അപ്പൊ ആകെ തോറ്റയുടെ ശതമാനം എന്ന് പറയുമ്പം 25% ഇവിടെ ഉണ്ടല്ലോ. 25% ഉണ്ട്. 15% പേര് രണ്ടിലും തോറ്റു. 38% മാത്സിൽ മാത്രം തോറ്റു. ടോട്ടൽ എത്ര? 25, 35, 25, 40, 78. അവിടെ 78% പേര് എന്ത് ചെയ്തോളാം? അവിടെ മൊത്തം തോറ്റു ആണല്ലോ. അപ്പൊ ജയിച്ചവരുടെ ശതമാനം എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കുക. എത്ര കിട്ടും? 22% പേര് ആണ് അവിടെ ജയിച്ചതെന്ന് പറഞ്ഞത്. ഓക്കെ, കിട്ടോ? ഓക്കെ, അപ്പൊ ആദ്യം ചെയ്തത്
ഓരോ വിഷയത്തിൽ അതത് വിഷയത്തിൽ മാത്രം തോറ്റോട്ടാണ് കണ്ടുപിടിച്ചത്. ആണല്ലോ 25% പേര് ഇംഗ്ലീഷിൽ മാത്രം തോറ്റ്, 38% പേര് മാത്സിൽ മാത്രം തോറ്റ്, 15% രണ്ട് വിഷയത്തിൽ തോറ്റ്. ഓക്കെ, അപ്പൊ ആകെ തോറ്റയുടെ ശതമാനം കൂട്ടി ഇങ്ങ് എടുക്കുക കേട്ടല്ലോ. നമുക്ക് +1 ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട് n(a) + n(b) - n(a)(b) എന്ന് കേട്ടോ. n(a) എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് തോറ്റവര് 40%, അടുത്ത മാത്സിൽ 53%. a(b) എന്ന് പറയുമ്പോൾ രണ്ടിലും ഒരുപോലെ തോറ്റവര് 15 കേട്ടോ. 53, 40, 93 -15 ചെയ്യാം. അങ്ങനെയും ചെയ്യാം, 78 കിട്ടും കേട്ടോ. ആ ഇക്വേഷൻ ജസ്റ്റ് നോർമൽ യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണോ ചെയ്യാം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നോർമൽ n(a) + n(b) - n(a)(b) കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ ചോദിച്ചുള്ളത് എന്താ, ജയിച്ചവരുടെ ശതമാനമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും, തോറ്റവര് ആകെ 78%, 100 നമുക്ക് കുറയ്ക്കാം. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ജയിച്ചവരുടെ ശതമാനം കിട്ടും. ഓക്കെ ഓക്കെ അടുത്ത് ചുവപ്പ് 12 എന്നും നീല 20 എന്നും വയലറ്റ് 42 എന്നും ഉണ്ട് ആണല്ലോ. ഈ മജന്തയുടെ കോൺ എന്താണ്? ഓക്കെ, ഇത് ചിലപ്പം കുറച്ചു പേരെങ്കിലും ഇന്ന് കറങ്ങി ഉള്ള ചോദ്യമായിരിക്കും കേട്ടല്ലോ. നോക്കടാ, ഇത് ചെയ്യുന്നതെന്ന് ചെയ്യാം. ചുവപ്പ് എന്ന് പറയുമ്പോൾ റെഡ് അറിയാലോ, റെഡ് അവിടെ 12 ആണ്. ഒന്നാലോചിച്ചു, റെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ലിറ്ററല്ലേ ഉള്ളത് ആണല്ലോ. 3 ഇൻറ്റു തൊട്ടടുത്ത സംഖ്യ 4 അല്ലേ. അത് എത്ര ലിറ്റർ ഉണ്ടോ ഇൻറ്റു തൊട്ടടുത്ത ഒരു ലിറ്റർ 4 എത്ര കിട്ടും, 12 എന്ന് കിട്ടി. അത് നീല എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ്, ബ്ലൂ ആണെന്നല്ലോ. അത് 20 ഉണ്ട്. അതെങ്ങനെയാ, ബ്ലൂ എന്ന് പറയുമ്പോൾ 4 ലിറ്റർ ഉണ്ടല്ലോ. അപ്പൊ 4 ഇൻറ്റു തൊട്ടടുത്തത് 5, 20. ഓക്കെ, അത് മജന്ത എന്ന് പറയുമ്പോൾ മജന്ത MAGENTA മജന്ത എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ ഉണ്ട്, 1, 2, 3, 4, 5, 6, 7. 7 ഇൻറ്റു തൊട്ടടുത്ത് എത്ര, 8 അല്ലേ. 7 ഇൻറ്റു 8 എത്ര, 56 എന്ന് കിട്ടും കേട്ടോ. 56. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ആൻസർ ആണ്. പറഞ്ഞല്ലോ PSC ഇനി എങ്ങനെ നോക്കുന്നൊന്നും അറിയത്തില്ല, എന്നാലും 56 വരാനാണ് ചാൻസ് കൂടുതൽ കേട്ടല്ലോ. ഓക്കെ, പറഞ്ഞല്ലോ. അപ്പോ ഓരോന്നിനും ഇംഗ്ലീഷ് ലെറ്റർ നോക്കുക, അതിൽ എത്ര എണ്ണം ഉണ്ടോ ഇൻറ്റു തൊട്ടടുത്ത ഒരു സംഖ്യ കൊടുക്കുക കേട്ടോ. 56. ഇത് ചിലരെങ്കിലും ചെയ്യാൻ പറ്റായിരുന്നു നോക്കിയിട്ടുണ്ടാവും കേട്ടോ. അടുത്ത 6:40 ക്ലോക്കിന് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലെ കോണളവ് ഇക്വേഷനൊക്കെ അറിയാലോ. എന്നാ 30H - 11/2 30H - 11/2 M. 30H എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു H എത്ര, മണിക്കൂർ 6:40 അല്ലേ. അപ്പൊ 6 - 11/2 ഇൻറ്റു മിനിറ്റ് 40. 6:40 മണിക്കൂർ, 6 മിനിറ്റ് 40 ആണല്ലോ കൊടുക്കുക. 30 ഇൻറ്റു 6 180 മൈനസ് ഇവിടെ 2 40 വെട്ടി 20 പ്രാവശ്യം, ഇനി ആകുമ്പോൾ 220 കിട്ടും. അവിടെ മൈനസ് നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് തമ്മിൽ നമുക്ക് കുറയ്ക്കുക. 220 180 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 40 ഡിഗ്രി കിട്ടും കേട്ടോ. 40 ഡിഗ്രി ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും മിക്കവാറും പേര്. അടുത്ത് 5 AM ശരിയായി സജ്ജീകരിക്കുന്ന വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കും. അതേ ദിവസം 10:20 AM വാച്ചിൽ യഥാർത്ഥ സമയം എത്രയാണ്? അപ്പോ ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് എന്താണ്, അത് സ്പീഡിൽ പോവാണ്. ഓക്കെ, അത് വേഗതയിൽ പോകണം. അപ്പൊ എന്ത്, 2 മിനിറ്റ് കൂടുതൽ കാണിക്കും. 5 AM ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലോക്കിൽ 10:20 കാണിച്ചപ്പോൾ യഥാർത്ഥ സമയത്താണ് ചോദിക്കുന്നത്. അപ്പോ 5 മണിക്ക് കറക്റ്റായിട്ട് വെച്ചല്ലോടായി. ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് ആണല്ലോ. അപ്പം 1 മണിക്കൂർ ആകുമ്പോൾ എത്ര, 1 മണിക്കൂറിൽ 4 മിനിറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേഗതയിൽ അല്ലെന്താ 4 മിനിറ്റ് കൂടുതൽ കാണിക്കും ആണല്ലോ. അപ്പൊ 5 AM ശരിയാക്കി വെച്ചെങ്കിൽ 6 മണിക്ക് അവിടെ സമയം എന്തായിരിക്കും, 6:04 ആയിരിക്കും ഇല്ലേ. 7 മണിയാകുമ്പോഴോ 7:08 ആവും ഇല്ലേ. 4 മിനിറ്റ് വെച്ച് കൂടുതലോ. ഓരോ മണിക്കൂറിൽ 4 കേട്ടല്ലോ. 30 മിനിറ്റിൽ 2 ആണ്, 1 മണിക്കൂറിൽ 4 കേട്ടല്ലോ. അടുത്ത് 8 മണിയാകുമ്പോഴോ 8:12 കാണിക്കും. 9 മണിയാകുമ്പോൾ 9:16 ആയിരിക്കും അതിൽ കാണിക്കുന്നത്. 10 മണിയാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും,
10, 20 ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ 10, 20 കാണിക്കുന്ന സമയത്തുള്ള യഥാർത്ഥ സമയം ഇപ്പൊ എത്ര? 10 മണിയാണ് ഇല്ലേ? 10 മണിയാണ്. 10 AM ആണ് കേട്ടല്ലോ. 10 AM. ഓക്കെ, കിട്ടോ? അങ്ങനെ എഴുതിയാൽ മതി. അടുത്ത ചോദ്യം. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ നമ്മൾ വ്യത്യാസപ്പെടുന്നതാണ്. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 എന്ന് പറയുമ്പോൾ ആ സംഖ്യകൾ കാണാനായിട്ട് എളുപ്പ വഴിയാണ് എന്ത്? ഇപ്പൊ ശരാശരി 25 അല്ലേ? തൊട്ടടുത്തുള്ള 26ഉം തൊട്ട് മുമ്പുള്ള എത്ര? 24 എടുക്കുക. 6 ഇരട്ട സംഖ്യയുടെ ശരാശരി 25 എന്നുണ്ട് അല്ലോ. തൊട്ടടുത്തുള്ള 2 എടുക്കുക. 26, 24. ബാക്കി 28, ഇവിടെ 22. അടുത്ത് 30, ഇവിടെയോ 20. അപ്പൊ ആദ്യത്തെ അല്ലെ ഏറ്റവും ചെറിയ സംഖ്യ 20ഉം ഏറ്റവും വലിയ സംഖ്യ എന്തായിരിക്കും? 30 ആയിരിക്കും. കേട്ടോ? ഇനി ഇവ നമ്മളെ വ്യത്യാസം എന്ന് ചോദിച്ചുള്ളൂ അല്ലേ? അപ്പൊ 30ഉം 20ഉം നമ്മൾ വ്യത്യാസം എത്ര? 10. കേട്ടോ? അപ്പോ 6 ഇരട്ട സംഖ്യകൾ. അപ്പൊ സംഖ്യകൾ ഏതെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും വലിയ സംഖ്യ ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? 6 വരുമ്പോ അവിടെ ശരാശരി 25 എന്നുണ്ട്. തൊട്ടടുത്ത 2 ഇരട്ട സംഖ്യകൾ എടുക്കുക. 26, 24. അത് വെച്ച് എന്ത് ചെയ്യുക? 2 കൂട്ടി എഴുതിയാൽ മതി. എളുപ്പമല്ലേ? അപ്പൊ സംഖ്യകൾ കാണാനായിട്ട് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 24 എന്ന് വിചാരിക്കുക. 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 24 ആയാൽ എന്ന് പറയുമ്പോൾ എന്താ? തൊട്ടടുത്ത് 26 എഴുതുക. ഇവിടെ ഇപ്പൊ 22 എഴുതുക. അടുത്ത് 28 എഴുതുക. 20 എഴുതുക. 5 ഉണ്ടായി. ഓക്കെ. അപ്പൊ 5 അല്ലെ 3 എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാം? ആ സംഖ്യ തന്നെ നടുക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യാം? 2 വിധം കൂട്ടി അപ്പുറത്ത് എഴുതി പോവാം. കേട്ടോ? എണ്ണം ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ഇപ്പൊ 5, 3 ഒക്കെ വരുന്നതെങ്കിൽ ആ സംഖ്യ അവിടെ എഴുതുക. എന്നിട്ട് 2 വിധം കൂട്ടി എഴുതുക. കണ്ടല്ലോ? ഒറ്റ സംഖ്യയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ്. കണ്ടല്ലോ? ഓക്കെ. 5 ഒറ്റ സംഖ്യയുടെ ശരാശരി ഇപ്പൊ 21 എന്ന് വിചാരിക്കുക. എങ്കിൽ അടുത്ത് 23 ആയിരിക്കും, 25 ആയിരിക്കും. ഇവിടെ 19 ആയിരിക്കും, 17 ആയിരിക്കും. കേട്ടല്ലോ? ഓക്കെ. ഇവിടെ 6 വന്നപ്പോ എന്ത് ചെയ്തു? അവിടെ അടുത്ത് 25 അല്ലേ? അതിന്റെ തൊട്ടടുത്തുള്ള 26 എഴുതി, 24 എഴുതി. ബാക്കി കൂട്ടി അങ്ങ് പോവാം. കേട്ടോ? അപ്പൊ ലാസ്റ്റ് ചോദ്യം. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കളുടെ എണ്ണം കണ്ടെത്താനാണ്. ഹാൻഡ് ഷേക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കുന്ന. അപ്പൊ എന്ത് ചെയ്യടാ? നമ്പർ ഓഫ് ഹാൻഡ് ഷേക്ക് എന്ന് പറയുമ്പോൾ കൈ കൊടുക്കുന്നതിന്റെ ആ എണ്ണം, അതിന്റെ എണ്ണം കാണാനായിട്ട് ഇക്വേഷൻ എന്താ? n × n-1/2 ആണ് കേട്ടോ. n × n-1/2. അപ്പൊ എന്ത് ചെയ്യടാ? 40 × n-1 39/2. വെട്ടിച്ച 20 കിട്ടും. 39 × 2 78, 780 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ n × n-1/2 ആണ് ഇക്വേഷൻ വന്നത്. ഓക്കെ. അപ്പൊ ഇൻറ്റു ചെയ്യാം. കണ്ടല്ലോ? ഓക്കെ. അവിടെ 40 കൊടുക്കുക. കേട്ടല്ലോ? അതായത് ഇപ്പം മൊത്തം 40 പേരുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള 39 പേർക്ക് എന്ത് ചെയ്യും? ഹാൻഡ് ഷേക്ക് കൊടുക്കും. ആണോ? അടുത്ത് ഓക്കെ. അപ്പൊ അതങ്ങ് കഴിയുന്നല്ലോ. അപ്പൊ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും? എന്നിട്ട് ബാക്കിയുള്ള 38 പേർക്ക് എന്ത് ചെയ്യും? ഇവിടെ കൈ കൊടുക്കും ഇല്ലേ? അങ്ങനെ 37, 36 അങ്ങനെ എല്ലാവരും കൂട്ടി ലാസ്റ്റ് 1 വരെ പോകും. കേട്ടല്ലോ? എല്ലാത്തിന്റെയും ആകെ തുകയാണ് ഈ കിട്ടുന്നത് 780 എന്ന് പറഞ്ഞത്. കേട്ടോ? അല്ലെങ്കിൽ n × n-1/2 എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കേട്ടോ? ഓക്കെ. ഓർമ്മിച്ചു വേണേ. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത്തിരി വലയ്ക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പിടികിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് കമന്റ് ഇട്ടയക്കുക. പറഞ്ഞല്ലോ, കമന്റ് ഇട്ടയക്കുക. ആ ചോദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും ഒന്നുകൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം? അവിടെ ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലാണ് ലേൺ ഫോർ PSC. കേട്ടോ? ലേൺ ഫോർ PSC. നിങ്ങൾ മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ടെലഗ്രാം ഗ്രൂപ്പിലൂടെ എന്ത് ചെയ്യാം? ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മാത്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് ക്വസ്റ്റ്യൻ എഴുതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യാം? ആ ഗ്രൂപ്പിൽ അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ. ഞാൻ എന്ത് ചെയ്യും? ചെയ്തിട്ട് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ ഇട്ടിരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അല്ല വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ താഴെ എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ഇട്ടയക്കാം. ഓക്കെ. എന്തായാലും ഈ ഒരു എന്താ പറയുക ചാനൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും? കമന്റ് കാണുമ്പോൾ
അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പറയണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.